അപ്പോൾ പിന്നെ അവൻ കൈമ കിട്ടുന്ന എടുത്ത് എറിയുക എന്തൊക്കെയോ ചെയ്ത് ഇവിടെ ഈ അകത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. അപ്പോൾ അവൻ ശരിക്കും അന്നേരമാണ് പറയുന്നത് ഈ കൊല്ലാൻ തന്നെയാണ് ഞാൻ കാത്തു നിൽക്കുന്നത്, കൊല്ലും ഞാൻ, എനിക്കൊരു മടിയില്ല കൊല്ലാൻ. സമയമുണ്ട്, അടുത്ത മാസമാണ് ഞാൻ സമയം കണ്ടുവച്ചത്, ഞാൻ എന്തായാലും ജയിലിൽ പോകണം, അപ്പോൾ എല്ലാത്തിനെയും കൊന്നിട്ടേ ഞാൻ പോകുള്ളൂ, ആരും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന്. അപ്പോൾ ഓന് ഈ അടുത്ത മാസം എന്ന് പറയുന്നത് ഒരു കണക്കാണ്. കാരണം അടുത്ത ഏപ്രിലിൽ ഈ എൻ്റെ മോള് ഗൾഫിലാണ്, അവൾ നേഴ്സാണ്, അവൾ വരും എന്നാണ് അവൻ്റെ ഒരു ഓർമ്മ. കാരണം കഴിഞ്ഞ ഏപ്രിൽ അവൾ പോയതാ, അവൾ ശരിക്കും വരുന്നില്ല. അപ്പോൾ ഈ ഏപ്രിൽ അവൾ വരുന്നു. അപ്പോൾ അതാണ് ഓൻ കരുതി നിൽക്കുക, അവൾ വന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൊന്നിട്ട് ഓന് ജയിലിൽ പോകാമെന്നുള്ള. അപ്പോൾ ഓൻ്റെ ആ വാക്കിലുള്ള ഒരു ഉറച്ചൊരു വാക്കാണ് ഓൻ പറഞ്ഞത്, ഇതുവരെ പറഞ്ഞ പോലെയല്ല. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ആകെ പേടിച്ചു പോയി. ഇനിയിപ്പം ഞാൻ അവനെ ഈ അകത്ത് വെച്ച് സംരക്ഷിച്ചാൽ ഏറ്റവും വലിയ ആപത്തേക്ക് എനിക്ക് വരാൻ പോകുന്നതെന്ന് തോന്നി. ഞാൻ മരിക്കുന്നത് എനിക്ക് പ്രശ്നമില്ല, ഒന്നും അറിയാത്തൊരു കുട്ടിയുണ്ട്, പിന്നെ അതുമല്ല നമ്മൾ മരിക്കാതെ ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കിടന്നു പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ അങ്ങോട്ട് തോന്നിയപ്പോഴാണ് ഞാൻ ഇന്നലെ പോലീസിനെ വിളിച്ചങ്ങോട്ട് കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല, ജോലിക്ക് പോയതാണ്. അപ്പം ഞാൻ ചോദിച്ച് ഞാൻ ഇങ്ങനെയാണ് എന്താ ചെയ്യണം. അപ്പം എന്നോട് പറഞ്ഞ് ഈ വിളിച്ച് പറഞ്ഞേക്ക് ഓനകത്ത് കിടന്നോട്ടെ, അതാണ് നല്ലത് എന്ന്. അപ്പോൾ ആ ഒരു ഇത് കിട്ടിയപ്പോൾ എനിക്ക് ധൈര്യമായി. കേട്ടത് സ്വന്തം മകനെ പിടിച്ച് പോലീസിൽ കൊടുക്കേണ്ടി വന്ന ഒരു പെറ്റവയറിന്റെ വേദനയാണ്. ലഹരിക്കയത്തിൽ വീണത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് 13-14 വയസ്സാണ് അവന് പ്രായം. അക്രമകാരി. സ്വന്തം ചേച്ചി നിറവയർ ഗർഭിണിയായിരിക്കെ വയറ്റിന് നോക്കി ചവിട്ടിയ ക്രൂരനാണ്. മകളുടെ കുഞ്ഞിനെ ഉപദ്രവിച്ചതിന് പോക്സോ കേസ് നേരിടുന്നവനാണ്. ഗ്ലാസ് പൊട്ടിച്ച് സ്വയം മുറിവേൽപ്പിക്കുകയും വീടിന് തീയിടുകയും ചെയ്യുന്ന ഒരുത്തൻ. ഗൾഫിൽ നിന്ന് ചേച്ചി വരുന്ന അടുത്ത മാസം അമ്മയും അച്ഛനെയും അമ്മുമ്മയും സഹോദരിയും അടക്കം എല്ലാവരെയും കൊല്ലുമെന്ന 26-കാരൻ ഉറച്ചു പറഞ്ഞപ്പോൾ അമ്മ പോലീസിനെ വിളിച്ചു. ഭാഗ്യം രാഹുൽ അകത്തായത് കാരണം വെഞ്ഞാറമൂട് മോഡൽ ചോരപ്പുഴ ഒരിക്കൽ കൂടി കേരളത്തിന് കാണേണ്ടി വന്നില്ല. പെരുമ്പാവൂർ ലിഷോയും സംഘവും അക്ഷയ് എന്ന യുവാവിനെ വീടിന്റെ തിണ്ണയിലിട്ട് തലയ്ക്കും ശരീരത്തും ആഞ്ഞു വെട്ടി തീർത്ത് കളഞ്ഞത് ഇൻസ്റ്റാഗ്രാം റീൽ ചിത്രീകരണത്തെ തുടർന്നുള്ള വാശിക്കാണ്. കൊന്നവനും കൊല്ലപ്പെട്ടവനും ഒക്കെ നാർക്കോട്ടിക് ഡോൺസ്. താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ വീട്ടുകാരെ പോലും വകവയ്ക്കാതെ വിശ്വസിച്ചിറങ്ങി വന്നൊരു പെൺകുട്ടിയെ, ഷിബിലയെ, യാസർ എന്നൊരു പരമദുഷ്ടൻ പല കുത്തുകൾക്ക് കൊന്നുകളഞ്ഞത് 3 വയസ്സുള്ള സ്വന്തം കുഞ്ഞിന്റെ മുന്നിലിട്ടാണ്. അമ്മയെ കൈവറയ്ക്കാതെ കഴുത്തറത്ത് കൊന്നൊരു മുടിഞ്ഞ പുത്രന്റെ കൂട്ടുകാരനാണ്. ഇരുവരുടെയും തലച്ചോറിൽ പൊളച്ചത് 1 MDMA അടക്കം മാരക രാസലഹരി. ഏറ്റവും ഒടുവിൽ ഇന്ന് കേട്ട തൊടുപുഴയിൽ ഒരു ബിജു ജോസഫിനെ ബിസിനസ് പങ്കാളി കൊട്ടേഷൻ കൊടുത്ത് കൊന്ന് ഗോഡൌണിന്റെ മാൻഹോളിൽ തള്ളിവെച്ചത് പോലീസ് കണ്ടെത്തിയതും അറസ്റ്റുകളുമാണ്. പാണ്ടിക്കാട്ടെ എയർഗൺ വെടിവെപ്പിൽ പരിക്കേറ്റ ലുക്മാന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമാണ്. ലഹരി മരുന്ന് വേട്ട നിർബാധം തുടരുമ്പോഴും അത് വാർത്തകളിൽ ഇത്ര നിറയുമ്പോഴും ഈ ബ്രൂട്ടൽ കൊലപാതകങ്ങൾക്ക്, ചോര കൊണ്ടുള്ള വയലൻസിന്റെ ആഘോഷങ്ങൾക്ക്, കില്ലിംഗ് സ്പ്രീക്ക് അറുതിയില്ലാത്തത് എന്താണ്? എങ്ങനെയാണ് പ്രാണഭയമില്ലാതെ നമ്മൾ പേടിയില്ലാതെ റോഡിലിറങ്ങി നടക്കുക? ചോര കണ്ട് അറപ്പില്ലാതെ കൊന്നുതള്ളുന്ന അക്രമി സംഘത്തെ അടിച്ചമർത്തേണ്ടത് എങ്ങനെയാണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ജോർജ് ജോസഫ്, ശ്രീ അരുൺ ബി നായർ, ശ്രീമതി സൗമ്യ മനോജ്, കൊല്ലപ്പെട്ട ഷിബിലയുടെ ബന്ധു അബ്ദുൽ മജീദ്, താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. അല്പസമയത്തിനകം അരുത് ലഹരി അരുതക്രമം എന്ന മുദ്രാവാക്യത്തിൽ SKN40 കേരളയാത്ര നടത്തുന്ന 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ശ്രീ ജോർജ് ജോസഫിലേക്ക് പോകുന്നു. ശ്രീ ജോർജ് ജോസഫ്, അമ്മ പറഞ്ഞത് ആദ്യം നമ്മൾ കേട്ടു. ഈ അമ്മ പരമാവധി ആ മകനെ ചേർത്ത് പിടിക്കാൻ നോക്കി. ഇയാൾ വീടിന് തീയിടുമ്പോഴും, ഇയാൾ അവിടെ അക്രമം ഉണ്ടാക്കുമ്പോഴും, ഇയാൾ മർദ്ദിക്കുമ്പോഴും ഒക്കെ പരമാവധി ചേർത്ത് പിടിക്കാൻ നോക്കിയത് ഇവൻ ഏതെങ്കിലും കാലത്ത് ഈ ലഹരിക്കയത്ത് രക്ഷപ്പെടും, മകനാണല്ലോ എന്ന പ്രതീക്ഷയിലാണ്. ഏറ്റവും ഒടുവിൽ അടിക്കാനാഞ്ഞപ്പോഴും അമ്മ ഭയക്കുന്നില്ല. അല്ല, അത് ശീലമാണ്, അത് കാരണം അമ്മ പൊട്ടെന്ന് വെക്കുന്നു. കൊന്നുകളയും എന്ന് പറഞ്ഞാൽ അടുത്ത മാസം ചേച്ചി വരുന്ന ആ സമയം നോക്കി എല്ലാവരെയും തീർത്ത് കളയും എന്ന് പറഞ്ഞത് അത് സത്യമാവില്ല എന്ന് അമ്മ എങ്ങനെയാണ് കരുതുക? നമ്മൾ വെഞ്ഞാറമൂട് കണ്ടതാണ്, നമ്മൾ തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്ന മകനെ കണ്ടതാണ്, നമ്മൾ കാണുന്ന വാർത്തകൾ അത്രയുമാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇത്തരത്തിൽ മക്കളാൽ കൊല്ലപ്പെടുമെന്ന് ഭയന്ന് ഇപ്പോൾ ഒരു അമ്മയ്ക്ക് ഒരു മകനിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അധമമായ അങ്ങേയറ്റത്തെ ക്രൂരത ഈ കൊല ചെയ്യൽ മാത്രമൊന്നും അല്ലല്ലോ, അതിലപ്പുറം ഉണ്ടല്ലോ. ശ്രീ ജോർജ് ജോസഫ്, എത്ര വീട്ടകങ്ങളിൽ എത്ര രക്ഷിതാക്കൾ ഇത്തരത്തിൽ വീർപ്പ് മുട്ടി കഴിയുന്നുണ്ടാകും? എന്തുകൊണ്ടാണ് പോലീസ് നടപടി എടുക്കുന്നില്ലെന്ന് പറയാൻ കഴിയില്ല, പോലീസ് നടപടി എടുക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ആ ട്രെൻഡിന് ഒരു കുറവില്ലാതെ വരുന്നത്? എന്തുകൊണ്ടാണ് ഈ ചോര കണ്ട് അറപ്പ് മാറുന്നത് നമ്മുടെ യുവാക്കൾക്ക്? ജോർജ് ജോസഫ്, ഇവരൊക്കെ ലഹരിയുടെ ആ പന്ഥാവിക്കൂടെ നടക്കുകയാണ്.
അവർക്ക് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, മനുഷ്യത്വം എന്താണെന്ന് അറിയത്തില്ല. അങ്ങനത്തെ മാനസികാവസ്ഥ തന്നെയാണ് അവർക്ക്. നമുക്ക് ആ അമ്മയുടെ ഇപ്പോഴത്തെ ആ വിലാപം കണ്ടല്ലോ. സ്വന്തം മകനെ പോലീസിൽ പിടിച്ച് കൊടുക്കുന്ന ഒരു അമ്മ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മയെ കൊല്ലപ്പെടും. അമ്മ കൊല്ലപ്പെടുകയല്ല, അവൻ്റെ പിതാവും കൊല്ലപ്പെടും. അത് ഗൾഫിൽ നിന്ന് വരുന്ന ആ സഹോദരി കൂടെ അടച്ചു കൊല്ലാൻ തന്നെയാണ് അവൻ്റെ തീരുമാനം. അത് അമ്മയ്ക്ക് ബോധ്യമായി. അവൻ ഇപ്പം ആദ്യമായിട്ട് പറയുന്നതല്ല, അവൻ്റെ ചെറുപ്പം മുതലുള്ള വളർച്ച ആ അമ്മ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്കറിയാം അവൻ്റെ അന്ത്യം ആവുമെന്ന്. അതുകൊണ്ട് ഇതുപോലെയുള്ളവനെ നമുക്ക് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനേ പറ്റുള്ളൂ. അമ്മമാർ ഇതുവരെ അമ്മയല്ല, ആയിരക്കണക്കിന് അമ്മമാർ കേരളത്തിൽ ഇതുപോലെ വിഷമിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഇങ്ങനെയുള്ള മക്കളെ പോലീസിൽ പിടിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അത് അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിൽ പാർപ്പിച്ചേ പറ്റുള്ളൂ. അവർക്ക് മാനസികമായൊരു പരിവർത്തനം ഉണ്ടാകുന്നിടം വരെ ജയിലിൽ തന്നെ ഇട്ടേ വെക്കുള്ളൂ. കോടതി പോയി നിങ്ങൾ തന്നെ മൊഴി കൊടുക്കുന്നതാണ് നല്ലത്. നമുക്ക് ശാശി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അഫാൻ്റെ അവിടുത്തെ കണ്ടല്ലോ കൊലപാതകം, നമ്മൾ 5 എണ്ണം കണ്ടു. ആ അമ്മയെ വരെ അയാൾ തലക്കടിച്ച് അമ്മ മരിച്ചില്ലെന്നേ ഉള്ളൂ. അതേ ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഉണ്ടായേനെ. എത്ര കേസുകളാണ് നമ്മൾ കാണുന്നത്. ആ ഷിബില എന്ന ആ പെൺകുട്ടിയെ കണ്ടില്ലേ, കൊന്നത് എങ്ങനെയാണ്? ആ ഭർത്താവ് അവൻ 4-5 വർഷമായിട്ട് ആ പെണ്ണിനെ പീഡിപ്പിക്കുകയും മദ്യവെച്ച് വന്ന് ഉപദ്രവിക്കുകയും അതിനുശേഷം ഇപ്പോൾ അയാൾ ജയിലിൽ നിന്ന് വന്ന ശേഷം അയാൾ നന്നാകുമെന്നൊരു ചെറിയ പ്രതീക്ഷയിലാണ് ആ വീട്ടിൽ വന്നപ്പം ആ കുട്ടിയുടെ ആധാർ കാർഡും മറ്റേ റെക്കോർഡെല്ലാം തിരിച്ചു കൊടുത്തപ്പോൾ ഇവൻ നന്നാകാനുള്ളതാണ്. അമ്മ അന്നേരം ചോദിച്ചു, നീ എന്നാ ചെരുപ്പ് അഴിച്ചിട്ട് വീട്ടിൽ കയറാത്തത്? അവൻ്റെ പുറകിരുന്ന ബാഗിനകത്തുനിന്ന് കത്തിയെടുത്ത് അവൻ്റെ ഭാര്യയുടെ അമ്മയെ ആദ്യം കുത്തി വീഴ്ത്തി, മറ്റവളെ കുത്തി പുറത്തോട്ട് ഇട്ടു. അത് അവരെ സഹായിക്കാൻ വന്ന പിതാവിനെയും കുത്തി. അവൻ എത്ര വർഷമായി ഇതുപോലെയുള്ള നമ്മളിപ്പോൾ അവൻ ആദ്യമായിട്ടല്ല ഈ ഡ്രഗ്സ് പോയി. അവൻ 8ാം ക്ലാസ് വെച്ച് തുടങ്ങിയതാണ്. നമ്മൾ എത്രയോ ചർച്ചകൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളെല്ലാം വഴിതെറ്റി പോയിരിക്കുന്നു. എല്ലാ ജോസഫ് 2 കത്തി കൊണ്ടുവരുന്നു. യാസർ 2 കത്തി കൊണ്ടുവരുന്നുണ്ട്. 2 കത്തിയാണ് കൊണ്ടുവരുന്നത്. ഈ ഷിബില എന്ന് പറയുന്ന ഈ പാവം പെൺകുട്ടി, അതിന് ഇപ്പം 18 വയസ്സെന്നൊക്കെ പറയുന്നത്, ആ പ്രായത്തിൽ എത്രത്തോളം ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടാകും? ഈ വീട്ടുകാരുടെ എതിർപ്പൊക്കെ അവഗണിച്ച് വീട്ടിൽ നിശ്ചയിച്ചൊരു നിക്കാഹ് പോലും മറികടന്നാണെന്ന് എൻ്റെ അറിവ്. അങ്ങനെ ഇറങ്ങിപ്പോയൊരു കുട്ടിയാണ് ഇവൻ. ഈ ഷിബിലയെ കഴുത്തിനേറ്റ 2 ആഴത്തിലെ കുത്താണ് മരണകാരണം. കുത്തിക്കൊല്ലുന്നത്, പലയാവർത്തി കുത്തുന്നത് 3 വയസ്സുള്ള സ്വന്തം മകളുടെ മുന്നിലിട്ടാണ്. ഇവനൊക്കെ മനുഷ്യനാണോ ശ്രീ ജോർജ് ജോസഫ്? എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? നമുക്കൊക്കെ ഭയമായിരിക്കുന്നു ഇവിടെ ജീവിക്കാൻ കേരളത്തിലെ. കാരണം കേരളത്തിലെ എല്ലാ വീടുകളിലും നമ്മളൊരു 10 വീടെടുത്താൽ 2 വീട്ടിൽ ഇത് തന്നെ അവസ്ഥ. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് ഇതുപോലെ കഥാപാത്രങ്ങൾ. എന്ത് ചെയ്യാനൊക്കും പേരൻസിന്, അപ്പനമ്മയ്ക്ക് എന്ത് ചെയ്യാനൊക്കും? അവർ വെളിയിൽ പറയാതെ മൂടി വെച്ച് ഇതുങ്ങളെ എത്ര നാൾ നമ്മൾ പൊത്തിപ്പൊളിഞ്ഞ് നടക്കും? അങ്ങനെ ഒരു ഉദാഹരണമാണല്ലോ ഇപ്പം നമ്മൾ അഫാൻ്റെ കേസിൽ കണ്ടിരിക്കുന്നത്. എത്ര കേസുകളാണ്. അത് തന്നെയല്ല ഈ സിനിമയുടെ സ്വാധീനം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എറണാകുളത്തെ ഒരു സംഭവം കണ്ടല്ലോ നമ്മൾ. ആ പണി എന്ന സിനിമയ്ക്കകത്ത് പണി എങ്ങനെയാണെന്ന് ഒരു ഗുണ്ട ഇപ്പം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ പയ്യനെ വീട്ടിൽ നിന്ന് ഉറങ്ങിക്കിടന്ന പയ്യൻ്റെ വീട്ടിനകത്ത് അവൻ കയറി അവൻ്റെ കഴുത്തി കത്തി വെച്ച്, നീ മര്യാദയ്ക്ക് ഇറങ്ങി എൻ്റെ കൂടെ വാടാ, അല്ലെ നിൻ്റെ കഴുത്ത് ഞാൻ അറക്കുമെന്ന് പറഞ്ഞ് ആ പയ്യൻ എന്ത് ചെയ്യാനൊക്കെ കൂടെ പോയി. വെളിയിൽ വന്നിട്ട് അവൻ ആ പണി സിനിമയെ പോലെ ആ ഇരുമ്പ് കമ്പി കൊണ്ട് അവൻ്റെ കാലടിച്ചൊടിക്കുന്നത്, അവൻ വേദനയോടെ പൊളയുന്നതൊക്കെ നമ്മൾ കാണും. ലൈവായിട്ട് കാണുകയാണ്. അവൻ്റെ മൊബൈലിൽ കൂടെയാണ് ഇട്ടിരിക്കുന്നത്. എന്തൊരു ലോകമാണ് നമ്മുടെ മാറി. ഇപ്പം തന്നെ ബിജു ജോസഫിനെ കൊന്നത് എങ്ങനെയാണത്? എത്ര ക്രൂരമായത്. എറണാകുളത്തെ കാപ്പ കേസിനകത്ത് അറസ്റ്റ് ചെയ്ത ഒരുത്തൻ, അതിനകത്ത് ഒരുത്തൻ ഒരു ആംബുലൻസ് ഡ്രൈവറുമാണ്. ഇവരൊക്കെ പണം കിട്ടാൻ വേണ്ടി ആരെയും കൊല്ലുന്ന ഒരു പ്രവണത കേരളത്തിലെ മിക്കവാറുള്ള ചെറുപ്പക്കാർക്ക് വന്നു കഴിഞ്ഞു. അന്നേരം തന്നെ അയാൾ ആ പണി ചെയ്തതിൻ്റെ പൈസ കിട്ടിയിട്ട് അത് അന്നേരം ഗൂഗിളിൽ അപ്പോൾ അവർ ഷെയർ ചെയ്തിരിക്കുന്ന കണ്ടു നമ്മൾ. അപ്പം പൊതുവേ കേരളത്തിലെ അത് തന്നെയല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വേറെണ്ണം കണ്ടല്ലോ. ആ കൊല്ലത്തെ ഒരു പയ്യനെ കണ്ടില്ലേ, ഗോമസ് എന്നുള്ള പയ്യനെ. അവൻ്റെ വീട്ടിനകത്ത് ആ കൊച്ചു പയ്യനെ കുത്തിക്കൊന്ന് അവൻ ആ കുത്തുകൊണ്ട് റോഡിലേക്ക് ഓടി മറിഞ്ഞു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ. പിതാവിനെയും കുത്തി. എന്നിട്ട് ആ പയ്യൻ എന്ത് ചെയ്തു? ഒരു ഇമ്മച്ചൂർ മനസ്സുള്ളവനാണ്. അവൻ നേരെ പോയി ട്രെയിനിൻ്റെ മുമ്പിൽ വെച്ച് തല വെച്ച് അവൻ ചത്തു. 23-24 വയസ്സുള്ള കുട്ടികളാണെന്ന് വിചാരിച്ചോണം. ഇവരുടെ ചിന്തകൾ അത് പെട്ടെന്നുണ്ടാകുന്ന ചിന്തയല്ല. കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി പതുക്കെ ഒരു ക്രിമിനലിലോട്ട് വരികയാണ്. അത് തന്നെയല്ല പോലീസ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് 1-2 സ്ഥലത്ത് ഞാനത് പറയുകയും ചെയ്തു. ഈ MDMA എന്ന് പറയുന്നത് ആ മരണത്തിലേക്കുള്ള സഞ്ചാരം തന്നെയാണ്. ഇപ്പം 2 കേസുണ്ട്. ഒന്ന് പയ്യാടൻ ഷാനിത എന്ന് പറഞ്ഞ ഒരുത്തനെ, അവനെ പോലീസിനെ കണ്ടപ്പോൾ 2 ചെറിയ പാക്കറ്റ് അങ്ങ് വിഴുങ്ങി.
ആ വിഴുങ്ങിയതിനകത്ത് ഒരു പാക്കറ്റ് പൊട്ടി വയറ്റിനകത്ത് പോയി. അവരെ പോലീസിൽ അയാളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 8-ാം ദിവസം അയാൾ മരിച്ചിരിക്കുന്നു. അതിനുശേഷം താനൂർ കസ്റ്റഡി മരണമെന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്കറിയാം. അതിനകത്ത് ഇതുപോലെ ആ കസ്റ്റഡിയിലെടുത്ത ആൾ അയാളെ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കവറുകൾ 2 അയാൾ വിഴുങ്ങി. പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിഴുങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിയാക്ഷൻ വന്നു കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉടൻ തന്നെ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അപകടമാണ്. MDMA എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ക്രമത്തിൽ കൂടുതൽ വെച്ച് അപ്പം മരിക്കും. 7-8 ദിവസം കുട്ടികളാരും ജീവിക്കില്ല എന്നാണ് ഇപ്പം വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള പ്രവൃത്തികൾ അതിൻ്റെ പ്രതിഫലനമാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മരണം തന്നെയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഇത് പക്ഷേ നേരത്തെ താങ്കൾ പറഞ്ഞ ഷിബിലയുടെ ബന്ധു ശ്രീ അബ്ദുൽ മജീദ് ഉണ്ട്. ശ്രീ അബ്ദുൽ മജീദ് ഈ കഴിഞ്ഞ മാസം 28-ാം തീയതി താമരശ്ശേരി പോലീസിൽ പോയി ഷിബില വിശദമായി പരാതി കൊടുത്തതാണ്. ആ പരാതിക്കപ്പുറം ഇയാൾ ഈ മാരകമായ രാസലഹരി ഉപയോഗിച്ചുകൊണ്ട് വന്ന അതിക്രൂരമായ സഹിക്കാൻ കഴിയാത്ത ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയമാക്കുന്ന കാര്യമടക്കം പോലീസിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് ഷിബില. അതിനുശേഷം കണ്ട സാമൂഹിക പ്രവർത്തകരോട് പറഞ്ഞതാണ് ഷിബില. കോംപ്രമൈസ് ആക്കാൻ നോക്കിയ പോലീസിനോട് എന്നെ ഇയാളുടെ കൂടെ വിടരുതേ എന്ന് കരഞ്ഞു പറഞ്ഞതാണ് ഷിബില. അന്ന് പോലീസ് അത് ഇത് മാത്രമല്ല, അടിക്കുന്നത്, മർദ്ദിക്കുന്നത്, വീട്ടിൽ നിറക്കി വിടുന്നത്, ദയാരഹിതം പെരുമാറുന്നത്, വീട്ടിൽ വന്ന് തെറി വിളിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായൊരു പേപ്പറിൽ എഴുതി കൊടുത്തതാണ്. അന്ന് പോലീസ് ബാക്കി ആർക്ക് മനസ്സിലാക്കിയില്ലെങ്കിലും പോലീസിന് മനസ്സിലാക്കണ്ടേ ഇയാളൊരു കൊടും കുറ്റവാളിയാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇയാൾ ഷിബിലയെ കൊല്ലുമെന്നും പോലീസിന് മനസ്സിലാവണ്ടേ ശ്രീ അബ്ദുൽ മജീദ്? അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഷിബില ഇന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. ഓക്കെ, തീർച്ചയായും ഇത് ആഷിഫ് സാർ പറഞ്ഞ പോലെ വളരെ വ്യക്തമാണ്. 28-ാം തീയതി രേഖാപരമായി ഈ കുട്ടിയെ ക്രൂരമായി ഇത്തരം MDMA പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ ഉപയോഗിച്ച് വളരെ പ്രാകൃതമായ രീതിയിൽ ആക്രമിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അത് നമ്മൾ കൊടുത്ത പരാതിക്കകത്ത് സൂചിപ്പിക്കുകയും ചെയ്തു. അന്ന് ഞങ്ങൾ PROൻ്റെ അടുത്താണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനോടൊപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രേഖയിൽ എഴുതാത്ത കാര്യമാണ്. ഈ ഉമ്മയെ കൊന്ന ആഷിഖുമായി ഇവന് ബന്ധമുണ്ടെന്നും ഈ ഷിബിലക്ക് ശരിക്ക് പേടി വരാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആഷിഖ് പല തവണയും ഈ യാസിറിൻ്റെ ഒപ്പം വീട്ടിൽ വരാറുണ്ട്. എവിടെയെങ്കിലും റോഡുമ്മൽ എവിടെ ഉണ്ടെങ്കിലും ബൈക്കിൽ കൊണ്ടുവന്ന് വീട്ടിൽ എത്തിച്ചു കൊടുക്കാറുണ്ട്. പല സമയവും അവർ ഒത്തുകൂടി ഓടുന്നതും അവരെ പഠിക്കുന്ന സമയത്ത് പോലും ഫ്രണ്ട്സുകളാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഷിബിലനെ വല്ലാതെ ഭയപ്പെടുത്തി. അതോടൊപ്പം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രാകൃതമായ രീതിയിൽ ശാരീരിക ഉപദ്രവമാണ് ഉണ്ടാകുന്നത്. അത് എഴുതി കൊടുക്കുന്നതിൻ്റെ അപ്പുറത്ത് നമ്മൾ പോലീസിനോട് അന്നത്തെ PRനോട് കൃത്യമായി പറഞ്ഞു, ഇങ്ങനെ സംഭവമുണ്ട്, ഈ വിഷയത്തെ ഗൗരവമായി കാണണം, അവിടെ ഒരു അപകടം മണക്കുന്നുണ്ട്. ഇവിടെ ഒരു ഒത്തുതീർപ്പ് ചർച്ച വിളിച്ച് ഒത്തുതീർപ്പ് പറഞ്ഞ ശേഷവും നമ്മൾ കൃത്യമായി പിന്നെയും PROനെയും അതുപോലെ തന്നെ PRO SIയും അന്ന് വിളിച്ചത് സ്റ്റേഷൻ SIയെ വിളിച്ചു. സ്റ്റേഷൻ SIയോടും കൃത്യമായി പറഞ്ഞു, ഇതിൽ അപകടമുണ്ട്, ഒന്നാമത്തത് ലഹരിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്, അതുകൊണ്ട് ഈ കുട്ടിയുടെ ജീവന് ഭീഷണിയുണ്ട്. ഈ ഷഹബാസിന്റെ കേസുമായി ബന്ധപ്പെട്ട് തിരക്കിലാണെന്നൊക്കെ അവർ പറയുന്നു. പോട്ടെ, അതൊരു ന്യായീകരണമല്ല. ഇതിനു മുമ്പും ഇത്തരത്തിൽ കോംപ്രമൈസ് ചെയ്യപ്പെട്ടത്, കൊലപാതകത്തിൽ നയിച്ച എത്ര സംഭവങ്ങൾ നമുക്ക് പോലീസിൽ നിന്ന് എടുക്കാൻ കഴിയും. ശ്രീ അബ്ദുൽ മജീദ്, നിങ്ങൾക്കറിയില്ല ഇയാൾ ഇത്തരത്തിൽ വഴിവിട്ട് സഞ്ചരിക്കുന്ന ആളാണെന്നും ഇയാളുടെ ലഹരി ഇയാളെ മനുഷ്യനല്ലാതാക്കി മാറ്റിയ ഒരാളാണെന്നും ഇയാൾ ഈ പെൺകുട്ടിയെ നിരന്തരം ഉപദ്രവിക്കുന്ന ആളാണെന്നും ഇയാൾ ഉത്തരവാദിത്തമില്ലാതെ അക്രമിയാണെന്നും നിങ്ങൾ കുടുംബക്കാർക്ക് അറിയാവുന്നതല്ലേ? നിങ്ങൾക്ക് എന്തുകൊണ്ട് തടയാൻ പറ്റിയില്ല ശ്രീ അബ്ദുൽ മജീദ്? ഒന്ന്, ഈ കുട്ടി ആദ്യമൊരു വിവാഹം നിക്കാഹ് കഴിച്ചു. അങ്ങനെ നിക്കാഹ് കഴിച്ചപ്പോഴാണ് വീടിൻ്റെ അടുത്ത് താമസിച്ച യാസിറുമായി സ്നേഹത്തിലാകുന്നത്. പക്ഷേ ആ സ്നേഹത്തിലാകുന്ന സമയത്തും ഇത്തരം മാരകമായ ലഹരി പദാർത്ഥങ്ങളിൽ അടുത്തൊക്കെ എത്തിയെന്ന് പറയാൻ കഴിയില്ല. അവൻ്റെ നടത്തവും പോക്കും ഇത്തരം കൃത്യതയില്ലാത്തതാണ്, നീ അവനെ ഒഴിവാക്കണം. അപ്പോൾ ആ കുട്ടി പറയും, ഞാൻ അവൻ്റെ കൂടെ മാത്രമേ പോവുള്ളൂ എന്ന് പറയുമ്പോൾ ആ രീതിയിലേക്ക് രക്ഷിതാക്കൾ പിന്നെ എന്തായാലും വേണ്ടിയില്ല, എൻ്റെ കുട്ടി എന്നപ്പം ഇവൻ്റെ കൂടെ പോയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെ ഭയപ്പാട് രക്ഷിതാവിനുണ്ടാവുമല്ലോ. അങ്ങനെ രക്ഷിതാവിനുണ്ടായത് കൊണ്ടാണ് കോടതിക്കകത്ത് 2020 ഒരു ഡിസംബർ മാസം 24-ാം തീയതി കോടതിൻ്റെ അകത്തു നിന്നാണ്
വേറൊരാൾ നിക്കാഹ് ചെയ്ത ആ കുട്ടിയെ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോണ്. അന്നും ഈ സിവിലിനോട് വളരെ കൃത്യമായി ഇവന് ബാക്ക്ഗ്രൗണ്ട് മോശമാണെന്നും ഇവന് കുട്ടിയായിരുന്ന സമയത്ത് ഇപ്പോൾ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കൃത്യമായി സിഗരറ്റ് വലിക്കുന്ന ഒരു 18 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയുടെ ആലോചന വ്യാപ്തി എത്രത്തോളം ഉണ്ടാവും? തെറ്റായിരിക്കാം, അത് വീട്ടുകാരുടെ കണ്ണിൽ തെറ്റാണ്, അത്തരത്തിൽ പോയി. അതിനുശേഷവും ഈ പറയുന്ന എന്താണ് കടുംകൈകളുടെ അക്രമങ്ങളുടെ പരമ്പര നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതല്ലേ ശ്രീ അബ്ദുൽ മജീദ്? ആ വരവ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുന്ന വരവായിരുന്നില്ലേ ആ കൊലയാളിയുടെ വരവ്, 2 കത്തിയുമായി വീട്ടിലേക്കുള്ള വരവ്? അതെ, ശരി, 2 കത്തിയുമായി ഇവൻ വരുന്നെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അവിടെ നമ്മളിപ്പോൾ സാറ് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്താണ്, റംസാൻ സമയത്താണ്. ഏതായാലും ഈ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് പൊതുപ്രവർത്തകരെ ഉൾപ്പെടുത്തി ഈ റംസാന് ശേഷം കൃത്യമായ ഒരു ചർച്ച നമുക്ക് നടത്താം. അങ്ങനെ ചർച്ച നടത്തി ഒന്ന് പരിഹരിച്ച് പോവുകയോ അല്ലെങ്കിൽ ഒഴിവാകുകയോ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് അവനന്ന് സലാം പറഞ്ഞ് ഒഴിവാവാൻ വേണ്ടിയാണ് വൈകുന്നേരം ആ കുട്ടിയുടെ ആധാർ കാർഡും പാൻ കാർഡും ഉൾപ്പെടെ കൊച്ചുകുട്ടിയുടെ ഡ്രസ്സും കൊടുക്കാൻ വേണ്ടി വന്നത്. അന്നപ്പോൾ ഈ രക്ഷിതാവ് വിചാരിക്കുന്നത് അവൻ സലാം പറഞ്ഞ് പോകും എന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ സലാം പറഞ്ഞ് പോകാൻ വേണ്ടി കൃത്യമായി കൊടുക്കാൻ വന്നു എന്നുള്ളതാണ് രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം. ഒരു റംസാൻ എന്ന് പറയുന്ന നോമ്പ് തുറക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ പരിപാവനമായ ഒരു പ്രത്യേക ഒരു സമയത്തല്ലേ. അത്തരം സമയത്തൊരു ഈ അക്രമം നടത്തും എന്ന് ചിന്തിക്കാൻ മാത്രമുള്ള ഒരു പക്വത ആ രക്ഷിതാക്കൾ മാത്രമല്ലേ ഉള്ളൂ. ഒരു പൊതുപ്രവർത്തകർ എന്നുള്ളതൊക്കെ നമുക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാം. ശരിയാണ്. കുറ്റമുണ്ടാണ് കാര്യം. ശ്രീ അബ്ദുൽ മജീദ്, ശരിയാണ്, താങ്കൾ പറഞ്ഞു ശരിയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഇക്ബാൽ കൂടി ചേരുന്നു, ഷഹബാസിന്റെ പിതാവാണ്. ശ്രീ ഇക്ബാൽ, ശരി, ഞാൻ ഇക്ബാലിലേക്ക് എത്താം. ഡോക്ടർ അരുൺ ബി നായർ, ഇവിടെ ഈ പറയുന്ന നേരത്തെ ആ പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട 2 സംഘങ്ങൾ, അതിൽ അക്ഷയെ കൊന്നത്, ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട അക്ഷയുടെ വിവാഹം കഴിഞ്ഞിട്ട് നാളെ കുറച്ചേ ആയിട്ടുള്ളൂ. റീൽസ് തർക്കത്തിൽ ഈ പറയുന്ന കൊന്ന ലിഷോയുടെ വീട്ടിലേക്ക് അക്ഷയ് ഭാര്യയെക്കുട്ടിയാണ് കേട്ടോ പോകുന്നത്. തർക്കമുണ്ടായി. അവിടെ അക്ഷയ് ലിഷോയുടെ കാറിൻ്റെ ചില്ലടിച്ച് തകർത്തു. വീടിൻ്റെ തിണ്ണയിലിട്ട് തലക്കടക്കം ആഞ്ഞു വെട്ടി കൊന്നു കളഞ്ഞു. പോലീസ് വന്നപ്പോൾ അക്ഷയുടെ മൃതദേഹം അവിടെ കിടപ്പുണ്ട്. ഈ ലിഷോയുടെ അമ്മ വീട്ടിലുണ്ട്. പോലീസ് അമ്മയോട് ചോദിക്കും, എന്തിനാണ് ലിഷോ ഈ അക്ഷയെ കൊന്നത്? അമ്മയുടെ മറുപടി, പിന്നെ കാറിൻ്റെ ചില്ലടിച്ച് പൊളിച്ചാൽ എന്തു ചെയ്യണം എന്നാണ് മറുപടി. എന്നും പറഞ്ഞാൽ വീടിൻ്റെ തിണ്ണയിൽ ഒഴുകിപ്പരുന്ന അക്ഷയുടെ ചോര വൈപ്പ് കൊണ്ട് തുടയ്ക്കുന്നു, വെള്ളത്തിൽ തുണിമുക്കി പിഴിയുന്നു. വളരെ കൂളായിട്ടാണ്. മകൻ നടത്തിയ കൊലപാതകത്തിൽ അമ്മയ്ക്കൊരു ഷോക്കും ഇല്ല, അതൊരു തെറ്റാണെന്ന് തോന്നുന്നുമില്ല. ഈ മനുഷ്യർക്കൊക്കെ പറ്റുന്ന എന്താണ് ഡോക്ടർ അരുൺ ബി നായർ? കഴിഞ്ഞൊരു 3 പതിറ്റാണ്ടായിട്ട് മനുഷ്യ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് 2-3 കാരണങ്ങളുമുണ്ട്. ഒന്ന്, നമുക്കറിയാം, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മിക്കവാറും ആളുകളുടെയൊക്കെ ബാല്യത്തിലോ കൗമാരത്തിലോ സന്തോഷം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സൗഹൃദങ്ങളായിരുന്നു, മനുഷ്യബന്ധങ്ങളായിരുന്നു. ആ ഹ്യൂമൻ കണക്റ്റാണ് നമുക്ക് സന്തോഷം കിട്ടിയിരുന്ന ഏറ്റവും പ്രധാന സംഗതി. പക്ഷേ ഇന്നത്തെ കൗമാരപ്രായക്കാരെയും ചെറുപ്പക്കാരെയും നോക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിജിറ്റൽ ലോകത്തിലേക്ക് പരിപൂർണമായി മുഴുകി മറ്റാരോടും ഇടപെടാതെ സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ഒരു ജീവിത പരിസരത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ഈ സാമൂഹിക വിച്ഛേദനം, ഈ സോഷ്യൽ ഡിസ്കണക്ഷൻ, അനുതാപവും കരുണയും അടക്കമുള്ള മാനുഷിക വികാരങ്ങൾ കുറയുന്ന ഒരു പരിതസ്ഥിതി സൃഷ്ടിക്കും. രണ്ടാമത്തേത്, ഇന്നത്തെ ആധുനിക ഡിജിറ്റൽ സൗകര്യങ്ങൾ നമുക്ക് തരുന്ന ഒരുപാട് ജീവിതം എളുപ്പമാക്കി മാറ്റുന്ന സാഹചര്യങ്ങളാണ്. പല കാര്യങ്ങളും ആഗ്രഹിക്കുമ്പോൾ മൊബൈലിൽ 2 ക്ലിക്ക് നടത്തി കഴിഞ്ഞാൽ അത് വീട്ടിൽ എത്തുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അത് സാക്ഷാത്കരിക്കുന്ന ഒരവസ്ഥ. അതും ഒരു 30 കൊല്ലത്തിന് മുൻപുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലൊരു ആഗ്രഹം തോന്നുകയും ആ ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിനിടയിൽ ഒരു ഇടവേളയുണ്ടായിരുന്നു. സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പോയി ക്യൂ നിൽക്കണം, ടിക്കറ്റ് കിട്ടാതിരിക്കാം. ഈ 2 സാധ്യതകളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് ആ ഇടവേള ഉപകരിച്ചിരുന്നു. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ആഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിലും ഒരു പ്ലാൻ ബി മനസ്സിൽ വികസിപ്പിച്ചെടുക്കാൻ ഈ ഇടവേള കൊണ്ട് സാധിച്ചിരുന്നു. പക്ഷേ ആധുനിക ലോകത്ത് ക്ഷിപ്രനേരം കൊണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം സഫലമാകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു ആഗ്രഹം നടക്കാതെ വരാം എന്ന സാധ്യതയുമായിട്ട് സമരസപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടുന്നില്ല. ഇതുമൂലം മനുഷ്യ സ്വഭാവം പൊതുവെ അക്ഷമയും എടുത്തുചാട്ടവും കലർന്ന ഒരു പരിസരത്തിലേക്ക് പോവുകയാണ്. ഇതിനോടൊപ്പമാണ്, ഒരുപക്ഷെ താങ്കൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കാം, ഇത്തവണത്തെ നാഷണൽ എക്കണോമിക് സർവേ ബജറ്റിനോടൊപ്പം പാർലമെന്റിൽ അവതരിപ്പിച്ച ആ ഒരു രേഖയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയിൽ മാനസികാരോഗ്യത്തിൻ്റെ പങ്കിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വ്യക്തിയുടെ കാര്യക്ഷമത കുറയ്ക്കുന്നു, സമൂഹത്തിൽ അക്രമ സ്വഭാവങ്ങൾ കൂടാൻ കാരണമാകുന്നു. ഇതൊക്കെ രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയെ ബാധിക്കുന്നു. കുട്ടികൾ അധിക നേരം മൊബൈലിന് അടിമപ്പെട്ടു പോകുന്നത് മൂലം കുട്ടികളിൽ അക്രമ സ്വഭാവം കൂടുന്നു. ഇത് എക്കണോമിക് സർവേ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്.
ഇത് ഈ പറഞ്ഞ എല്ലാ സംഗതികളോടും മുകളിലേക്കാണ് ഈ ലഹരി വസ്തുക്കളുടെ അനിയന്ത്രിതമായിട്ടുള്ള ഒരു സാന്നിധ്യം കൂടെ കടന്നു വരുന്നത്. നമുക്കറിയാം, മനുഷ്യനും മൃഗവും തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം നമ്മുടെ എല്ലാം തലച്ചോറിൻ്റെ മുൻഭാഗത്ത് നെറ്റിയുടെ പുറകിലുള്ളൊരു പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നൊരു ഭാഗമാണ്. നമ്മുടെ ആത്മനിയന്ത്രണത്തിൻ്റെ കേന്ദ്രമാണ്. സന്ദർഭവും സാഹചര്യവും നോക്കി മാത്രം, ആളും തരവും നോക്കി മാത്രം വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് ആ ഒരു മസ്തിഷ്ക മേഖലയാണ്. പക്ഷേ MDMA അടക്കമുള്ള രാസലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു മസ്തിഷ്ക മേഖല മന്ദീഭവിക്കുന്നത് മൂലം മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഏത് മൃഗീയ ചോദനയും അതിൻ്റെ പരിപൂർണമായ മൃഗീയതയോടുകൂടി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുകയാണ്. മാത്രമല്ല, ഈ അമ്മയുടെ ഒരു പ്രവൃത്തി എന്തുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് താങ്കൾ ചോദിക്കുകയുണ്ടായി. നിരന്തരമായി അക്രമങ്ങൾ, അത് വീട്ടിൽ ചെറിയ തോതിലുള്ള ചീത്തവിളിയും അടിയും എന്നുള്ള നിലയിൽ നിന്നും തുടങ്ങി സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയോ ആളുകളെ ആക്രമിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിരന്തരമായി അക്രമ ദൃശ്യങ്ങൾ, അത് നേരിട്ടോ യുവാവ് തലയും പിളർന്ന് കിടക്കാണ് ആ വീടിന്റെ തിണ്ണയിൽ. ഈ പ്രതിയുടെ അമ്മ ഒന്നും സംഭവിക്കാത്തതുപോലെ വൈപ്പിട്ട് ഇങ്ങനെ വൈപ്പിട്ട് തറ ഉടയ്ക്കുന്നു, അത് മുക്കിപ്പിഴിഞ്ഞു കളയും. പോലീസിനോട് അവർ ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറുകയാണ്. പിന്നെ കാറിന്റെ ചില്ലടിച്ചത് ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും നോർമലൈസ്ഡ് ആവുന്നോ? അതെ, അതിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം നിരന്തരമായിട്ടുള്ള ഈ അക്രമങ്ങളുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ ഇത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ് എന്നൊരു ചിന്ത ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് അല്ലെങ്കിൽ പഠിച്ചെടുത്ത നിസ്സഹായാവസ്ഥ എന്ന് പറഞ്ഞൊരു മനോനിലയുണ്ട്. കാരണം ഈ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ഒരു അമ്മ പല പ്രാവശ്യം പല രീതിയിൽ അത് പരിഹരിക്കാനോ നന്നാക്കാനോ ശ്രമിച്ചിട്ടുണ്ടാകാം, നമുക്കറിയില്ല. ഉപദേശിച്ചിട്ടുണ്ടാകാം, മുതിർന്നവരുടെ സഹായം തേടിയിട്ടുണ്ടാകാം, കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടാകാം, മതപരമായിട്ടുള്ള മാർഗങ്ങൾ തേടിയിട്ടുണ്ടാകാം. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ഇത് ഒരു രീതിയിലും ഒരു നിലയ്ക്കും ഇത് നന്നാകുന്നില്ല എന്ന് കാണുമ്പോൾ ഈ ഒരു ജന്മം ഇങ്ങനെ അങ്ങ് തീരട്ടെ, അടുത്ത ജന്മത്തിലെങ്കിലും നേരെയാകാം എന്ന് കരുതുന്ന ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു മനോനിലയിലേക്ക് പലപ്പോഴും ഇത്തരം ആളുകൾ വീണേക്കാം. ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ഈ പഠിച്ചെടുത്ത നിസ്സഹായ അവസ്ഥയിൽ ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ് മനുഷ്യ പുരോഗതിയുടെ ഏറ്റവും വലിയ വിലങ്ങുതടി എന്നുള്ളതാണ്. അതിലേക്ക് നയിക്കുന്ന അടിസ്ഥാന കാരണമാകട്ടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സാമൂഹിക വിച്ഛേദനമാണ്. യുവതലമുറ മുതിർന്ന തലമുറയിൽ നിന്ന് അകന്നു കഴിയുന്നു. മുതിർന്ന തലമുറയും മോശമാണെന്ന് പറഞ്ഞുകൂടാ, അവരും ഈ കൗമാരപ്രായക്കാരെ കുട്ടികളിൽ നിന്ന് മാനസികമായിട്ട് അകന്നു നിൽക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ട്. കുട്ടികളുടെ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായ സാമ്പത്തികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതിനപ്പുറം അവരുടെ വൈകാരികമായ ആവശ്യങ്ങൾ തിരിച്ചറിയാനോ അവിടെ ഇടപെടാനോ ഭൂരിപക്ഷം മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു ആത്മവിമർശനം കൂടെ നമ്മുടെ തലമുറയും നടത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാൻ സൗമ്യ മനോജിലേക്ക് പോകുന്നു. സൗമ്യ മനോജ്, താങ്കൾ ഒരുപാട് കുട്ടികളെ കാണുന്നതാണ്, ഒരുപാട് കുട്ടികളുടെ വേദനകൾ കേൾക്കുന്നതാണ്, ഒരുപാട് പേരെ കൗൺസിലിംഗ് നടത്തുന്നതാണ്. നോക്കൂ, നമ്മൾ കാണുന്നത് കൊലപാതകങ്ങളുടെ പരമ്പരയാണ്. അതത്രയും വാർത്തയാവുന്നു, അതിലെ പോലീസ് നടപടി കാണുന്നുണ്ട്. ഇപ്പം നമുക്ക് മനുഷ്യരാണെങ്കിൽ ഒരു സംഭവം കാണുമ്പോൾ ഒരു പാഠം എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ തോന്നുന്നവൻ അത് ചെയ്യാതിരിക്കുകയല്ലേ വേണ്ടത്. ഇത് ചെയ്യാതിരിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ചെയ്യുകയാണ്. കൂടുതൽ ചെയ്യുന്ന അത്രയും ബ്രൂട്ടനാണ്. ഈ ചോര കണ്ട് അറപ്പ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഒരു നിയമവും ഞങ്ങളെ ഒന്നും ചെയ്യാൻ വരില്ല എന്നൊരു പേടിയില്ലായ്മ ഉള്ളിൽ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ അരുൺ സാർ ഇപ്പം പറഞ്ഞു നിർത്തിയെടുത്താണ് എനിക്ക് തുടങ്ങാനുള്ളത്. സാറ് പറഞ്ഞ കാര്യങ്ങളോടെല്ലാം ഞാൻ യോജിക്കുന്നു. സാർ ഇപ്പം പറഞ്ഞു വന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ആ ഒരു കാര്യം. കുടുംബ ബന്ധങ്ങളുടെ വൈകാരിക അടുപ്പം കുറയുന്നത് തന്നെയാണ്. ഞാൻ ഈ കുട്ടികളെ പേഴ്സണലായിട്ട് കാണുമ്പം അവരുമായി മിങ്കിൾ ചെയ്യുമ്പം അവർ പറയുന്ന അനുസരിച്ച് ഈ കുട്ടികളെ കേൾക്കാൻ ആരുമില്ല. ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കുട്ടികൾക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ഒരു സ്ട്രെസ്ഫുൾ ലൈഫിലാണ്. ഇപ്പൊ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പേരൻസുമായിട്ട് ഇത് ഷെയർ ചെയ്യാൻ, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ വെന്റിലേറ്റ് ചെയ്യാനുള്ള ഒരു വേദി അവിടെ ഇല്ല. സ്കൂളുകളിലാണെങ്കിലും ബ്രോയിലർ ചിക്കൻ പോലെയാണ് കുട്ടികൾ സ്കൂളിൽ ചെന്ന് ഇറങ്ങുന്നത്. ഗേറ്റിന്റെ മുമ്പിൽ നിന്നും സ്കൂൾ ബസ്സിൽ കയറുന്നു, അതിൽ കയറിയാൽ മിണ്ടാതിരിക്കണമെന്ന് വിരട്ടുന്നു, തിരിച്ച് സ്കൂളിൽ ചെന്നിരിക്കുന്നു. ലഞ്ച് കഴിക്കാൻ പോകുന്നത് വരെ ഒരു ക്യൂവിലാണ്. എങ്ങും അവരുടെ ഒരു എനർജി വേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളോ സങ്കടങ്ങളോ പങ്കിടാനോ, ഇവർക്ക് അവരുടെ പ്രശ്നങ്ങൾ വെന്റിലേറ്റ് ചെയ്യാനോ എങ്ങും ഒരു വേദി കിട്ടുന്നില്ല. അപ്പം ഇത്തരം കുട്ടികൾ വീട്ടിൽ വന്ന് തന്നെ ആണെങ്കിലും നമ്മൾ വീട്ടിൽ പേരൻസിനോട് വന്ന് സ്കൂളിൽ നിന്ന് വരുമ്പോൾ എനിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷാ പേപ്പർ കിട്ടി എന്ന് പറയുമ്പോൾ, നമ്മൾ സ്വാഭാവികമായും ആ കുഞ്ഞിനോട് ചോദിക്കുന്ന അടുത്ത ചോദ്യം അവന്റെ കൂട്ടുകാരന്റെ മാർക്ക് എത്രയാണെന്നാണ്. അല്ല, നിനക്കൊരു മാർക്ക് കുറഞ്ഞോ, സാരമില്ല എന്നൊന്ന് ചേർത്ത് പിടിക്കുന്നതിന് പകരം നമ്മൾ ആ കുട്ടിയിൽ അവിടെ മുതലേ ഇൻജെക്ട് ചെയ്ത് വെക്കുന്ന ഒരു കാര്യം, മറ്റു കുട്ടികളോട് സഹാനുഭൂതിയോട് പെരുമാറുന്നതിനേക്കാൾ അവൻ ഒരു മാർക്ക് കൂടുതൽ വാങ്ങിച്ചാൽ എന്റെ ശത്രുവാണ്, അതുകൊണ്ടാണ് ആ പേരന്റിന്റെ
നിയമത്തിന്റെ മുന്നിൽ എനിക്ക് മറുപടി പറയേണ്ടി വരുന്നത് എന്നൊരിതിലേക്കാണ് ആ കുഞ്ഞ് എത്തുന്നത്. അപ്പം ഈ അന്ന് മുതൽ ആ ഒരു ചെറിയ കുട്ടി, അതായത് ഈ എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ വളരെ ബ്ലാങ്ക് ആയിട്ടാണ് ജനിക്കുന്നത്. നമ്മളിപ്പോ ഈ ചർച്ചയിൽ ഉടനീളം പറഞ്ഞ കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ പറഞ്ഞത് അമ്മമാരെ കുറിച്ച് തന്നെയാണ്. ഇപ്പം പോലീസിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തവരമ്മ, ലാസ്റ്റിനെ കുറിച്ച് അനുഭവിക്കുന്നത് അമ്മ. അപ്പം എന്തുകൊണ്ടെന്ന് പറഞ്ഞാലും ഒരു കുട്ടിയിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടായാലും അത് ആദ്യം തിരിച്ചറിയാൻ കഴിയുന്നത് ഒരു അമ്മയ്ക്കാണ്, അല്ലെങ്കിൽ ഒരു പേരൻസിനാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നാൽ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നാൽ അവരെ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരു വീടുകളിലും ഇല്ല. കാരണം അവരും സ്ട്രെസ്ഫുൾ ആണ്, അവർക്കും ഓഫീസിന്റെ പ്രശ്നങ്ങൾ, സ്കൂളിൽ ടീച്ചേഴ്സ് സ്ട്രെസ്ഫുൾ ആണ്, അവർക്ക് സിലബസ് പഠിച്ചു തീർക്കാനുള്ള പ്രശ്നങ്ങൾ, പിന്നെ കായികമായും എന്താണ് ആർട്സ് സബ്ജക്റ്റും സ്പോർട്സ് സബ്ജക്റ്റിലും ഒക്കെ പോയാൽ ഇവിടെയെല്ലാം കോമ്പറ്റീഷൻസ് മാത്രമേ ഉള്ളൂ. ഈ കോമ്പറ്റീഷനിൽ നിന്നൊരു റിബൽ മെന്റാലിറ്റിയാണ് ഈ കുട്ടികളിലേക്ക് വരുന്നത്. ഈ അടുത്തിടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു റീൽസ് ആണ്, ഒരു കുട്ടിയുടെ നേരെ ഐസ്ക്രീം നീട്ടുന്ന ഒരു കടക്കാരൻ. 3-4 വയസ്സുള്ള ഒരു കുട്ടിയാണ്. 2-3 പ്രാവശ്യം ഈ ഐസ്ക്രീം ഇങ്ങനെ നീട്ടുമ്പോൾ കുഞ്ഞത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. നോർമലി 3-4 വയസ്സുള്ള ഒരു കുട്ടി ചെയ്യേണ്ടത് അത് കൊടുക്കാതിരിക്കുമ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പുറകോട്ട് ഓടുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അവൻ പെട്ടെന്ന് ചെയ്തത് അവന്റെ കയ്യിലിരുന്ന ഒരു കളിത്തോക്കെടുത്ത് ആ കടക്കാരൻ നേരെ ചൂണ്ടുന്നതാണ്. ഇത് സോഷ്യൽ മീഡിയ ഞാൻ ഈ അടുത്തിടെ കണ്ട റീൽസ് ആണ്. അപ്പൊ ഇത് എവിടെ നിന്നാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു വയലൻസിലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ്. കാരണം ചെറിയ കുട്ടികൾക്ക്, 1 വയസ്സായ കുട്ടികളെ ഒക്കത്തിരുത്തി കാക്കയും പൂച്ചയും കാണിച്ച് ഭക്ഷണം കൊടുത്തിരുന്ന ഒരു തലമുറയിൽ നിന്ന് ഇന്ന് മാറി. കാരണം അമ്മമാരും അച്ഛന്മാരും ഒക്കെ ബിസിയാണ്. ഫോൺ എടുത്ത് അടുത്ത് കൊടുത്താൽ പെട്ടെന്ന് അവർ ചോറുണ്ട് തീർക്കും. ആ ചോറുണ്ണുമ്പോൾ അവർ കാണുന്നത് മൊത്തം ഈ വയലൻസ് ആണ്. കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതടക്കം ആ ദൃശ്യങ്ങളടക്കം തലച്ചോറിലേക്ക് കയറിയും അത് വയലൻസിന് കാരണമാവുകയും ചെയ്യുന്നു എന്ന് 100% ശരിയാണ്. എനിക്ക് ഇടവേളയ്ക്കാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീമതി സൗമ്യ മനോജ്, ആ ശ്രീകണ്ഠൻ നായർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ഇക്ബാലിനെ കൊണ്ടുപോകുന്നു, ഷവാസിന്റെ പിതാവാണ്. ഇക്ബാൽ, നിങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി, ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തമാണ് എന്ന് പറയുകയും ചെയ്തു. പിന്നെയും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കാണണം എന്നുള്ള തീരുമാനം? എന്തുകൊണ്ടാണ് ഇതിൽ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുമുണ്ട് എന്ന് നിങ്ങളുടെ ഉറച്ച ബോധ്യം, ശ്രീ ഇക്ബാൽ? നമസ്കാരം സാർ. അതായത് ഇതുവരെ അന്വേഷണങ്ങൾ വളരെ തൃപ്തികരമാണ്. പക്ഷേ അവരുടെ രക്ഷിതാക്കൾ കൂടി ഇതിൽ പ്രതികളായിട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവൻ്റെ ഉമ്മ ഇതുവരെയായിട്ട് നോർമലി ആയിട്ടില്ല. വളരെയേറെ എന്താ പറയുക, മാനസികമായിട്ട് ഓരോ ദിവസവും ടയർഡായിക്കൊണ്ടിരിക്കുക. നമ്മൾ ഫാമിലി മൊത്തം ഒരു തകർച്ചേൻ്റെ വയ്ക്കുന്നത്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇവർ ഈ ചെയ്ത കുട്ടികളുടെ രക്ഷിതാവ് ടൗണിൽ വന്നിട്ട് നമ്മളെ കുടുംബങ്ങളെയും മറ്റുള്ള ആളുകളെയും കൂടെ നിന്നുകൊണ്ട് എന്താ പറയുക ഒരു അഭിവാദ്യം ചെയ്യലും അവർ ചെയ്ത ഒരു കർമ്മം ഒരു പുണ്യമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം. അത് പോരാഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ സ്കൂളിൽ തലത്തിലായി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും ഇതുവരെയുള്ള ഇപ്പം പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടു. അതായത് ഈ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു കുട്ടിയുടെ മേൽ ഒരുപാട് ബാധ്യതകൾ ഈ രക്ഷിതാവിനുണ്ട്. ഞാൻ എൻ്റെ കുട്ടിയെ പോറ്റിക്കൊണ്ടുവന്ന് എനിക്കറിയാം ഏതൊക്കെ രീതിയിലാണെന്നും അവന് എത്രത്തോളം നമ്മൾ ശാസന കൊടുക്കണം. അതായത് സ്കൂൾ തലത്തിലായി കഴിഞ്ഞാലും അതായത് ട്യൂഷൻ സെൻ്ററിലായി കഴിഞ്ഞാലും അവരെ ശിക്ഷിക്കാൻ ഇങ്ങനെ നമ്മൾ വിളിച്ച് ചോദിക്കും, അവനിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ പറയുന്നത്, അവന് ശിക്ഷ കൊടുക്കണം. അതിന് കൂടുതൽ ആളുകളും തയ്യാറാവുന്നില്ല. മെയിനായിട്ട് കുട്ടികളിൽ അടി കിട്ടേണ്ട സമയത്ത് അടി കിട്ടിക്കഴിഞ്ഞാലേ അതിന് മാറ്റം ഉണ്ടാവും. അവർക്ക് പ്രതികളുടെ ബന്ധുക്കൾ നിങ്ങളെ പരിഹസിക്കുന്നു എന്നാണ് താങ്കൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. ഈ പ്രതികളുടെ ബന്ധുക്കൾ നിങ്ങളെ പരിഹസിക്കുന്നു? തീർച്ചയായിട്ടും അങ്ങാടിയിൽ നിന്ന് പരിഹസിക്കുന്നുണ്ട്. അതായത് എന്തും നടക്കും, എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണ്. നമുക്കിന്നിപ്പോൾ കാണാൻ കഴിയും, നമ്മളെ കുടുംബങ്ങൾ പല ആളുകളും ഈ അങ്ങാടി ചുറ്റുവട്ടത്തുണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ കഴിയും അങ്ങാടിയിൽ നിന്ന് നമ്മളൊരാക്കിയ ചിരിയും കൈകൊണ്ടൊരു അഭിവാദ്യം ചെയ്യലും ഈ നെഞ്ചക്ക് പോലത്തെ സാധനങ്ങൾ ഈ വാപ്പൻ്റെ കൈമൽ നിന്നാണ് മക്കളിലേക്ക് എത്തുന്നത്. ആ വാപ്പൻ്റെ കൈമൽ നിന്നാണ് പോലീസ് ഏറ്റെടുക്കുന്നത്. പോലീസ് പിടിച്ചെടുക്കുന്നത് ഈ പാൻ ചെയ്ത ഈ മുതൽ സ്വന്തം വാപ്പയുടെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത്. അത് കണ്ടെടുത്തിട്ട് പോലും ഒരു ആക്ഷൻ എടുക്കാനോ അതായത് അവനെ നിയമത്തിൻ്റെ മുന്നിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത ഒരു നടപടിയാണ് ഇവിടെ ഉള്ളത്. അത് നമുക്ക് വളരെയേറെ എന്താ പറയുക വേദനാജനകമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ CM-നെ കാണണമെന്ന് പറഞ്ഞതും. അതായത് അവളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി സമാധാനം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ വേണ്ടി ഒരു സമയം ചോദിച്ചത്.
നാളെ വരാനിരിക്കുന്ന കുട്ടിക്ക് ഇതിലും വലിയ പീഡനമാണ് വരാനുള്ളത് തീർച്ചയാണ്. ഇപ്പം ഈ പയ്യൻ്റെ, ഈ അജ്നാസ് എന്ന് പറഞ്ഞ പയ്യൻ്റെ, ഞാൻ പേരെടുത്ത് പറയും, എനിക്കൊരു പേടിയില്ല. എന്താ കൊണ്ടെന്ന് വെച്ചാൽ ഈ പയ്യൻ്റെ വാപ്പയാണ്, അതായത് തൊട്ടടുത്ത സ്കൂളിൽ ഈ അനിയത്തി പഠിക്കുന്നുണ്ട്. ആ സ്കൂളിൽ പോയിട്ട് ഈ കുട്ടിയോട് ചോദിച്ചോളൂ, അതായത് നിൻ്റെ ഏട്ടനാണല്ലോ ഈ കൊലപാതകത്തിന്, അതായത് ഈ കൃത്യം ചെയ്തതിലുള്ളത് എന്ന് ചോദിച്ചതിന് അത് ചോദ്യം ചെയ്യാൻ ഈ വാപ്പ ആ സ്കൂളിൽ പോയിട്ടുണ്ട്. അത് തുറന്നു കാണിക്കാൻ ഇവിടുത്തെ ആളുകൾക്ക് കഴിയുന്നില്ല. അവരെ പേടിയാണ്, ഭയമാണ്. ഞാനെനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എന്തിനും റെഡി. അതായത് ഞാൻ നിയമപരമായിട്ട് കിട്ടാവുന്ന എന്തിനാണ് ആ ഭയം? നാട്ടുകാർ ഭയക്കുന്നത് എന്തിനാണ്? അതായത് ഇത് തുറന്ന് നാട്ടുകാർ അവർ കൊട്ടേഷൻ സംഘത്തിലെ പല ആളുകളുമായിട്ട് ബന്ധമുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ കാണിച്ചു തരാം, നിങ്ങളെ ഞാൻ ആക്കിത്തരാം എന്നുള്ള ഒരു എന്താ പറയുക, ആ ഒരു പോക്കിരിമാരായ, അതായത് പോക്കിരിത്തനം കാണിക്കുന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത്. അതുകൊണ്ട് ആരാ അവരെ ഭയക്കാതിരിക്കുക? എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് എൻ്റെ ഫാമിലി വരെ നഷ്ടപ്പെടുന്ന കോലത്തിലേക്കാണ് ഇപ്പോൾ പോണത്. അതുകൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല, എല്ലാം കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുടുംബമാണ്, എല്ലാം ഇന്നലെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടേഴ്സ് വന്നു. എന്തുകൊണ്ട് വന്ന് നമ്മളെ സാഹചര്യം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അവിടെ വരുന്നത്. എത്ര ബുദ്ധിമുട്ടായിട്ട് അവർ വരുന്നു. സമല തെറ്റിക്കിടക്കുന്ന എൻ്റെ ഭാര്യ ആരോട് പറയും? ഞാൻ വിചാരിച്ചു, അതായത് വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ നമ്മളായിട്ടൊന്ന് പക്ഷേ കുറ്റമില്ല, നമുക്ക് പരാതിയില്ല. എന്തുകൊണ്ട്? നിയമസഭ ചേരുന്ന സമയമാണ്, പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സമയമാണ്, അതൊക്കെ ഓക്കെ. നമ്മളെ വനം വകുപ്പ് മന്ത്രി വന്നിരുന്നു. എന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ 100% വിശ്വസിക്കുന്നുണ്ട്, നിയമപരമായിട്ട് അവർക്ക് കിട്ടാവുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കും. പക്ഷേ ഇതിൽ രക്ഷിതാവിൻ്റെ പങ്ക് കൂടി ഇതിൽ ചേർത്തേ പറ്റൂ. അവരാണ് ഇതിനെ ഇത്ര വളർത്തിക്കൊണ്ടുവന്നത്. തൊട്ടടുത്ത സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മണി എന്ന, അതായത് ഈ വേറെ രക്ഷിതാവ് എന്താ ചെയ്തത്? അവിടെയുള്ള ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ മർദ്ദിച്ചതിൻ്റെ പേരിൽ അവിടുന്ന് TC കൊടുത്ത് വിട്ടതാണ്. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലും ഇവിടുത്തെ ആളുകൾ ഭയക്കുക ചെയ്യുന്നത്. എന്തുകൊണ്ട് ഭയക്കുന്നത്? അവര് എന്തോ ചെയ്താലും അവര് ഇതാക്കി കളയും എന്നുള്ള ഒരു മകൻ നഷ്ടപ്പെട്ട പിതാവിൻ്റെ അടുത്ത് ആ ഒരു പരിഹാസവും ഊറ്റവും ഒക്കെ കാണിക്കാൻ തുടങ്ങിയാൽ ആ ഊറ്റം കുറച്ചു കൊടുക്കേണ്ടത് പോലീസാണ്. അത് മുഖ്യമന്ത്രിയുടെ ഇക്കാര്യങ്ങളൊക്കെ പറയൂ ഇക്ബാൽ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, ഇത്തരം വാർത്തകൾ കണ്ട് പൊറുതിമുട്ടിയാണ് നമ്മുടെ SKN40 അരുത് ലഹരി അരുത് അക്രമം എന്ന യാത്ര തുടങ്ങുന്നത്. ആ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്ന 24 CR ശ്രീകണ്ഠൻ നായർ നമുക്ക് ചേരുന്നുണ്ട്. SKN, ലഹരിക്കെതിരെ, അക്രമത്തിനെതിരെ നമ്മുടെ യാത്ര 3 ജില്ലകൾ പൂർത്തിയാക്കി. ഇന്നേക്ക് 6ാം ദിവസമാണ്. അടിത്തട്ടിൽ ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ കമ്പോട് കമ്പാണ് യാത്ര. ഒരാഴ്ചയുടെ അനുഭവത്തിൽ താഴെത്തട്ടിൽ നിന്ന് കിട്ടുന്നൊരു ഫീൽ എന്താണ്? എങ്ങനെയാണ് SKN? ഹാഷ്മിക്ക് അറിയുന്ന പോലെ നമ്മൾ ഒന്നിച്ചാണ് യാത്ര തിരുവനന്തപുരം നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തത്. നമ്മൾ 3 ജില്ലകളിൽ പിന്നിട്ടു. 6 ദിവസം നമ്മൾ ഏതാണ്ട് കഴിയുകയാണ്. അപ്പോൾ നാളെ 7ാം ദിവസത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ ഈ പര്യടനം നമ്മൾ ആരംഭിക്കുമ്പോൾ ശരിക്കും ഈ അക്രമത്തിനും അതുപോലെ ലഹരിക്കുമെതിരെ നമ്മൾ നടന്ന, പ്രത്യേകിച്ചും ഈ ഡ്രഗ്സിനെതിരെയുള്ള നമ്മുടെ ഈ യാത്ര തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികളിലും കുറച്ച് മുതിർന്ന ആൾക്കാരിലും മാത്രമുള്ള ഒരു ദസ്വാധീനമാണിത്. ഇത് നമുക്ക് ബോധവൽക്കരണത്തിലൂടെ കടക്കാൻ കഴിയും. എന്നാൽ ഈ 3 ജില്ലകൾ കടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ്, ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ആഴങ്ങളിൽ വേരൂടി കഴിഞ്ഞു. കുറേ അധികം ആളുകൾ ഇതിന് അഡിക്റ്റായി കഴിഞ്ഞു. സമൂഹം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ ഈ വലിയൊരു ചെറുപ്പക്കാരായ ജനക്കൂട്ടം നമ്മളിൽ നിന്ന് അകന്നു പോകാനും നമുക്ക് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. കുരുന്നുകളെ കുരുതി കൊടുക്കുന്ന മൃഗീയമായ വാസനകൾ നമ്മുടെ സമൂഹത്തിൽ വേരി പിടിക്കുന്നു എന്നുള്ളൊരു ചിന്ത രൂഢമൂലമാണ്. അമ്മമാർക്ക് വല്ലാത്ത ആശങ്കയുണ്ട്, മാതാപിതാക്കൾക്ക് ടെൻഷനുണ്ട്. ഈ വൈകുന്നേരം വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന കുട്ടികൾ ഏത് പരുവത്തിൽ മടങ്ങി വരും എന്ന ആശങ്കയോടെ കാണുന്ന മാതാപിതാക്കളുണ്ട്. സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ്, ഗുരുതരമാണ്, തീവ്രമാണ്. നമ്മൾ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാനാകൂ എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ 6ാം ദിവസം നിൽക്കുന്നത്. പുതിയ കാര്യമല്ല എങ്കിൽ കൂടി ഇന്ന് രാവിലെ മുതലും നമ്മൾ കാണുന്ന അക്രമങ്ങളുടെ, കൊലപാതകങ്ങളുടെ, അങ്ങേയറ്റത്തെ ബ്രൂട്ടൽ വയലൻസിൻ്റെ ഒക്കെ ഒരു വാർത്താ കുത്തൊഴുക്കാണ്. ഈ യാത്ര പൂർത്തിയാകുമ്പോൾ സർക്കാരിന് മുന്നിൽ നമ്മൾ ഒരു ഗവേഷണ നയരേഖ ഉറപ്പായും സമർപ്പിക്കും. അത് സമർപ്പിക്കുന്നത് അത് ഉറപ്പായും ഒരു രക്ഷാമന്ത്രമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മൾ ഈ ഒരു 6 ദിവസത്തെ അനുഭവത്തിൽ തന്നെ അടിയന്തരമായി സർക്കാർ ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നിയ ഒരു ഫാക്ടർ ഉണ്ടോ SKN?
നമ്മൾ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഹാഷ്മി അദ്ദേഹം നമ്മളുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ തന്നെ പറയുകയുണ്ടായി, നമ്മൾ യഥാർത്ഥം നമ്മുടെ ഒരു ഗവേഷണ വിഭാഗം 24 ഒരു റിസർച്ച് ടീം നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നവർ മാത്രമല്ല, പ്രിൻസിപ്പൽമാർ, രക്ഷകർത്താക്കൾ, അതുപോലെ തന്നെ കുട്ടികൾ, ചെറുപ്പക്കാർ, ഇവരോടൊക്കെ ഈ ഗവേഷണ വിഭാഗം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഭാഗം സംസാരിച്ച് അവർ തയ്യാറാക്കുന്ന ചില വെളിപ്പെടുത്തലുകളും ചില എക്സ്പെർട്ടുകളുമായി നമ്മൾ സംസാരിപ്പിക്കും. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് കമ്മീഷണർമാരും അവരോടൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് നമ്മളൊരു PhD തീസിസിൻ്റെ വിശുദ്ധിയോടെ നമ്മളൊരു പ്രബന്ധം തയ്യാറാക്കി സ്വീകരിക്കാവുന്ന പ്രതിരോധ നടപടികളൊക്കെ സർക്കാരിന് 45ാമത്തെ ദിവസം തിരുവനന്തപുരം നടന്നൊരു കോൺക്ലേവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് VD സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ സമർപ്പിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഈ 3 ജില്ല കടന്നു കഴിയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ട്, ഒരാളൽ നെഞ്ചിൽ. കാര്യം നമ്മുടെ ചെറുപ്പക്കാരെ കാണുമ്പോൾ, നമ്മുടെ കുരുന്നുകളെ കാണുമ്പോൾ, ചില കോളേജ് പരിസരങ്ങൾ കാണുമ്പോൾ, ചില സ്കൂൾ പരിസരങ്ങൾ കാണുമ്പോൾ അവിടെയൊക്കെ തന്നെ ചില മിഠായികളും ലഹരി വസ്തുക്കളും വിതരണം ചെയ്യാൻ വാഹകരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പോലീസ് സംവിധാനം എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ഇത്തിരി ആശങ്കപ്പെട്ട് നിൽക്കുകയായിരുന്നു. മാത്രമല്ല നമ്മൾ ഇതിനകത്തൊരു അവധാനത കാണിച്ചു എന്ന് സംശയിക്കാൻ ന്യായമുണ്ട്. എന്നാൽ ഇപ്പോൾ പോലീസ് സംവിധാനം വളരെ കാര്യമായ ഇടപെടൽ നടത്തുകയാണ്. പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കാൻ ഒരു കക്ഷി രാഷ്ട്രീയക്കാർക്കും മുഖ്യമന്ത്രി അവസരം കൊടുക്കുന്നില്ല. കർക്കശമായ നിലപാടുകളിൽ എക്സൈസും അതുപോലെ പോലീസും റെയ്ഡുകൾ വ്യാപകമാക്കിയിട്ടുണ്ട്. ക്യാമ്പസുകളിലൊക്കെ തന്നെ പ്രിൻസിപ്പലിൻ്റെയൊക്കെ സ്വാധീനമില്ലാതെ, അനുവാദമില്ലാതെ കടന്നു ചെല്ലാൻ പോലീസിന് കഴിയുന്നുണ്ട്. എന്നാൽ ബഹുജനങ്ങളെയും മറ്റ് പൊതുപ്രവർത്തകരെയും യുവജന സംഘടനകളെയും NGOസിനെയും ഒക്കെ സംഘടിപ്പിച്ച് അതിവിപുലമായ ഒരു പ്രചാരണം തന്നെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കാൻ മുൻകൈ എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ 45ാം ദിവസം കൊടുക്കുന്ന റിപ്പോർട്ട് വരെ കാത്തിരിക്കാൻ കഴിയില്ല. കാര്യം സമയം വളരെ വിലപ്പെട്ടതാണ്. ഇതിൽ മുഖമിടിച്ച് വീഴുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് എല്ലാ ബന്ധപ്പെട്ടവരും തിരിച്ചറിയണം എന്ന് ഇനി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പല ക്യാമ്പസുകളിലും പോയപ്പോൾ എനിക്ക് മനസ്സിലായത് പല കുട്ടികളും ഇതിൽ വീണ് കഴിഞ്ഞു. അവരെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കണം. അവരോടൊന്നും പ്രതികാര ചിന്ത ഉണ്ടായിട്ട് കാര്യമില്ല. അവരെ നമുക്ക് രക്ഷപ്പെടുത്തിയേ മതിയാകൂ. അതിന് ഇപ്പോൾ തന്നെ എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കണം. ഇതൊരു കേരളത്തിൻ്റെ പ്രശ്നമായിട്ടേ കാണാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ മതം. എന്തായാലും ഈ 6 ദിവസത്തിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് 1 ഡസനിലധികം കോളേജുകളിൽ സഞ്ചരിച്ചു. അവിടുത്തെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് സ്കൻ എന്ന് പറയുന്നത്. സ്കൻ, നമ്മൾ ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടു, പ്രതിപക്ഷ നേതാവിനെ കണ്ടു, മുൻ പ്രതിപക്ഷ നേതാവിനെ കണ്ടു, KV ഗണേഷ് കുമാർ അടക്കം ഒരു നിര മന്ത്രിമാരെ കണ്ടു, MLA മാരെ ഒക്കെ നമ്മൾ കണ്ടു. എല്ലാവരും പറഞ്ഞത് അവർ രാഷ്ട്രീയം പറയുന്നെങ്കിലും ആ പോരാട്ടത്തിൽ രാഷ്ട്രീയം മറന്ന് ഈ മാഫിയക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിക്കാമെന്നാണ്. അങ്ങനെയാണ് വാക്കുകൾ. പക്ഷേ പ്രാക്ടിക്കൽ സൈഡിൽ എല്ലാവരും ഒത്തുചേരുന്ന ഒറ്റ മനസ്സോടെയുള്ള ഒരു സമവായ പ്രവർത്തനം, ഒരു പ്രതിരോധം തീർക്കൽ, ഒരു വൻമതിൽ തീർക്കൽ യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ SK? ഹാഷ്മി, നമ്മളിതൊരു തെരഞ്ഞെടുപ്പ് കാര്യമൊന്നുമല്ല, രാഷ്ട്രീയ കക്ഷിഭേദമൊന്നും ഇതിൻ്റെ കാര്യത്തിൽ ആവശ്യമില്ല. മാത്രമല്ല ചോരഹിനി എന്ന ആത്മാർത്ഥ ഇതിൽ വേണം. കാരണം ഇത് നമ്മുടെ യുവതലമുറയെ, നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. എൻ്റെയൊക്കെ മനസ്സിലെ ഒരു ആഗ്രഹം, നമ്മൾ ഈ കാസർഗോഡ് വരെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ 30 ദിവസമാകും, 30ാം ദിവസത്തിന് മുമ്പ് തന്നെ ഈ കേരളത്തിൽ ഇതൊക്കെ വിറ്റഴിക്കുന്ന ആളുകൾ കേരളം വിട്ടു പോകണം. നമ്മുടെ സംസ്ഥാന പോലീസ് സമ്മർദ്ദം ഇവർക്ക് കൊടുക്കണം. ഇത്തരം കുറ്റവാളികൾ കേരളം വിട്ടു പോകുന്നില്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ജയിലിൽ അവർക്കായിട്ട് സ്ഥലമൊരുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ എല്ലാ കക്ഷികളും യോജിക്കണം. കാരണം ഈ നാടിൻ്റെ ഒരു വലിയ ഗുരുതരമായ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതെൻ്റെ ഒരു അവതാര ലക്ഷ്യം പോലെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഞാൻ ഈ 40 കൊല്ലം തികയുന്ന വേളയിൽ തുടങ്ങിയ യാത്രയാണെങ്കിലും എൻ്റെ 40 കൊല്ലമല്ല പ്രശ്നം, ചെറുപ്പക്കാരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ പ്രതിസന്ധി മുനമ്പിൽ എല്ലാവർക്കും ഒരേ സ്വരമാകണം. നോട്ട് ടു ഡ്രഗ്, നോട്ട് ടു വയലൻസ്. SK തിരക്കിലാണ്, രാവിലെ മുതൽ തുടങ്ങുന്ന യാത്രയാണ്. മാത്രമല്ല യാത്രയിലുടനീളം ഈ പറയുന്ന രീതിയിൽ ചെറിയ ചെറിയ മീറ്റിങ്ങുകളുണ്ട്. നമ്മുടെ ഗവേഷണ സംഘവുമായുള്ള രാത്രി ചേരുന്ന ഒരു കൂടിയാലോചന യോഗം എല്ലാം ഉണ്ടെങ്കിൽ കൂടി ഒറ്റ ചോദ്യം കൂടി SK, ഈ ശംഖുമുഖത്ത് നമ്മൾ ശംഖുമുഖത്ത് തുടങ്ങുന്നു. ആ ബീച്ചിൽ നമ്മൾ എടുക്കുന്ന ആദ്യ പ്രതികരണത്തിൽ ഒരു ചേട്ടൻ പറയുന്നുണ്ട് ഈ മാഫിയക്കെതിരെ സംസാരിക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞാൽ കൊന്നു കളയുമെന്ന ആണ് ആ പേടി. ഇന്ന് ആറന്മുളയിൽ ഒരു വയോധിക SKനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞതും ആ ഭീതിയാണ്. അദൃശ്യമായ ഒരു മല പോലെ നിൽക്കുന്ന ഈ മാഫിയ സംഘത്തോടുള്ള ഭീതി പൊതുവേ പ്രകടമാണെന്ന് തോന്നുന്നു SK. ആഷ്മി, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഭീതിയുണ്ട്. കാരണം ഈ മാഫിയ സംഘങ്ങൾ അവരും ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന പല ആളുകളായിരിക്കും. അവർ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലുന്നവരാണ്. അവർ കൊലക്കത്തിയുമായിട്ടൊക്കെ ഇറങ്ങും. പക്ഷേ നമുക്ക് ഒരാൾ കൊലക്കത്തിയുമായി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ കാത്തിരിക്കാൻ ഇതില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴുത്തിൽ ഇങ്ങനെ തപ്പി നോക്കുന്നുണ്ട് തലയുണ്ടോ എന്നറിയാൻ. കാര്യം നമ്മൾ ഏറ്റുമുട്ടുന്ന മാഫിയ സംഘങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വേര് പിടിച്ച വലിയ വലിയ മാഫിയകളാണ്. ഈ കൊച്ചുപിച്ചാത്തിയായിട്ട് നടക്കുന്ന ആളുകളൊന്നും അല്ല അവർ കൊല്ലുമെന്ന് പറഞ്ഞാൽ അവർ കൊല്ലും. പക്ഷേ നമ്മൾ സംഘടിതമായി കേരളീയർ മുഴുവൻ ഒന്നിച്ചൊരേ ശബ്ദത്തിൽ പറഞ്ഞാൽ എത്ര വലിയ
മാഫിയ ആയാലും കേരളം വിട്ടുപോകും. എന്ന് മാത്രമല്ല കരുത്തുറ്റൊരു പോലീസ് സേന നമുക്കുണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവരുടെ കരുത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഈ മാഫിയ സംഘത്തിന്. അതുകൊണ്ട് നമ്മുടെ പോലീസ് സേനയോടും നമ്മുടെ എക്സൈസിനോടും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തിൽ കാണിക്കേണ്ട ഏറ്റവും വലിയ കാര്യക്ഷമതയും ജാഗ്രതയും ഇപ്പോഴാണ് കാണേണ്ടത്. നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയോട് ഞാൻ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കോവിഡിന് ശേഷം അങ്ങ് നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചാണിത്. ഈ ചലഞ്ച് അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കണ്ട് എല്ലാ മാഫിയ സംഘത്തിനോടും നമുക്ക് നോ പറയണം. കേരളം വിട്ടുപോകണം. കേരളം നമ്മൾ ഒരിക്കലും അവർ വിട്ടുപോയെന്ന് കരുതി നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മളൊരു തുടർ കാര്യങ്ങൾ ഉണ്ടാകണം. കായിക രംഗവും അതുപോലെ നമ്മുടെ സാഹിത്യ സർഗ മേഖലകളൊക്കെ തന്നെ കുറച്ചുകൂടി കരുത്താർജിച്ച് കാര്യങ്ങൾ ചെയ്യണം. കാര്യം കേരളം ഇപ്പോൾ ഒരു അപകടാവസ്ഥയിലാണ്. ഉറപ്പായും എസ് കെ, താങ്ക് യു, താങ്ക്സ് ലോട്ട്. എസ് കെ, ഇനിയും പബ്ലിക് മീറ്റിംഗ് ഉണ്ട്, ഇനിയും നമ്മുടെ ഇന്റേണൽ മീറ്റിങ്ങുകളുണ്ട്, സൂം മീറ്റിങ്ങുകളുണ്ട്. അത്രയ്ക്കിനിടയിലും എസ് കെ അനുഭവങ്ങൾ പറയാൻ വേണ്ടി ഞാൻ വിളിച്ചാണ്. താങ്ക് യു എസ് കെ, താങ്ക്സ് ലോട്ട്. ജോ ജോസഫ്, ഈ അരുത് ലഹരി അരുത് അക്രമം എന്ന നമ്മുടെ SKN40 കേരള യാത്രയിൽ നമുക്ക് ഗ്രൗണ്ടിൽ നേർക്കുനേർ ബോധ്യമാവുന്ന കാര്യം, നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ, അത് നഗരമാവട്ടെ ഗ്രാമമാവട്ടെ എത്ര അകത്തെ ഏരിയ ആവട്ടെ, എല്ലാവർക്കും നേർക്കുനേർ ഒരു NDMA അനുഭവം പറയാനുണ്ട്. ആ സ്ഥലത്ത് NDMA പിടിച്ചു, ഇല്ലെങ്കിൽ ആ വീട്ടിൽ പിടിച്ചു, അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ആ വീട്ടിൽ അക്രമം ഉണ്ടായി. അവിശ്വസനീയമാവണ്ണം ഗ്രൗണ്ടിൽ അത്രത്തോളം വ്യാപകമാണ്. ജോർജ് ജോസഫ് ഇന്നലെ കൊല്ലത്ത് അനില രവീന്ദ്രൻ എന്നൊരു MDMA ഡീലറെ പിടികൂടി. 50 ഗ്രാം MDMA കയ്യിൽ നിന്ന് പിടികൂടി. അതിനുശേഷം വൈദ്യപരിശോധനയിൽ 40 ഗ്രാം MDMA സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി, അത് പിടികൂടി. അവർ പ്രധാനപ്പെട്ട ഒരു ഡീലറാണെന്ന് പറയുന്നുണ്ട്. 85 കിലോ കഞ്ചാവുമായി 85 കിലോ നിരോധിത ലഹരി വസ്തുക്കൾ മറ്റൊരാൾ പിടികൂടി. കഞ്ചാവിൻ്റെ കൂട്ടവേട്ടയുണ്ട്, MDMAയുടെ കൂട്ടവേട്ടയുണ്ട്, കൂട്ട കേസുകളുണ്ട്, കൂട്ട അറസ്റ്റുണ്ട്. പോലീസ് എക്സൈസും പോലീസും വളരെ സജീവമായി, വളരെ ആക്റ്റീവായി ഇടപെടുന്നുണ്ടെന്ന് ആരും തർക്കമില്ല. പക്ഷെ അത് വൈകിപ്പോയോ, ഇത് മതിയാകുമോ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. ഗ്രൗണ്ടിൽ ഇത്രമാത്രം വ്യാപകമാണെങ്കിൽ ശ്രീ ജോർജ് ജോസഫ്. അല്ല, ഞാൻ SK ഒന്ന് കൺഗ്രാലേറ്റ് ചെയ്യാൻ ഇടയ്ക്കൊന്ന് വിളിച്ചായിരുന്നു. കാരണം എന്നറിയോ, SK നേരിട്ട് ഫീൽഡിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങളൊക്കെ 1-2 വർഷം കൊണ്ട് ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കൈവിട്ടുപോയ കാര്യങ്ങൾ SKയ്ക്ക് അത് ബോധ്യമായി. ഇപ്പം ആലപ്പുഴ വരെ ചെന്ന 3 ജില്ലയിൽ ചെന്നപ്പം തന്നെ നമ്മുടെ സമൂഹം നമ്മളെ നിന്ന് കൈവിട്ട് പോയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് 45 ദിവസം ഒന്നും പോകണ്ട, വളരെ ഫാസ്റ്റായിട്ട് പോയിരുന്നു. 30 ദിവസം കഴിഞ്ഞിട്ട് ആ കണ്ടെത്തിയ കാര്യങ്ങൾ അടിയന്തരമായി മുഖ്യമന്ത്രിയും DGPയും പ്രതിപക്ഷ നേതാവിനെ അറിയിക്കുക. കാരണം അവർക്കൊന്നും ഈ രീതിയിൽ ഫീൽഡിലിറങ്ങി ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാനിത് 2 വർഷം കൊണ്ട് പറഞ്ഞപ്പം അത് ഇപ്പോൾ അത് SK ഈ 3 ജില്ലകൾ കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അതിന് അദ്ദേഹത്തിന് ഒരു അഭിനന്ദനം. കാരണം നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ എവിടം വരെ പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. വലിയ ഉപകാരമുണ്ട് എനിക്ക് ആ ഒരു സഞ്ചാരത്തിന്. അദ്ദേഹത്തിന് അത് തന്നെയല്ല, അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു. പോലീസും അതുപോലെ എക്സൈസും അക്ഷീണമായിട്ട് പരിശ്രമിക്കുന്നു, സത്യമാണത്. കാരണം എത്ര കേസുകളാണ് ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സടകുഴഞ്ഞ പോലീസ് എഴുന്നേറ്റിരിക്കുന്നു, കാര്യങ്ങൾ പോലീസിനും മനസ്സിലായി. അതിനുള്ളൊരു സപ്പോർട്ട് അത് മുഖ്യമന്ത്രിയിൽ നിന്നും മറ്റെല്ലാ ഭാഗത്തു നിന്നും ലഭിക്കുന്നു എന്നുള്ളതാണ്. മുഖം നോക്കാതെ നീതി നടപ്പാക്കിക്കോളാൻ പോലീസിനടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഞാൻ വേറൊരു കാര്യം പറയാം, നമ്മുടെ ആൺകുട്ടികളുടെ ഒപ്പം പെൺകുട്ടികളും സഞ്ചരിക്കുന്നു എന്നാണ് ഈ അനില രവീന്ദ്രനെ 2021 കാരണം അനില രവീന്ദ്രനും അവരുടെ കൂടെയുള്ള ഒരു IT-യുടെ നല്ല പ്രൊഫഷണൽസാണ് അവർ IT ധാരാളം അവർക്ക് ശമ്പളവും കിട്ടുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഇവർ മൊത്തമായിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഈ IT പ്രൊഫഷണൽസ് 2021 എറണാകുളത്ത് വെച്ചിട്ട് അവിടെ എർലിൻ ബേബിയും അല്ലെങ്കിൽ ജഗിത ബഷീർ എന്നൊക്കെ പറഞ്ഞ അനിലയുടെ കൂടെ ഉണ്ടായിരുന്ന IT പ്രൊഫഷണൽ അന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരിപ്പോഴും നിർബാധമത് തുടരുകയാണ്. അത് തന്നെയല്ല, ആ അനില നിഖിൽ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അവരെ ബുള്ളറ്റ് നിഖില എന്നാണ് വിളിക്കുന്നത്. കണ്ണൂരിൽ അവരെ ബുള്ളറ്റിനകത്തുനിന്ന് 2 കിലോ കഞ്ചാവ് പിടിച്ചു. ആണുങ്ങളുടെ ഒപ്പം പെൺകുട്ടികളും സഞ്ചരിക്കാൻ തുടങ്ങി എന്നാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കേരളത്തിലെ അത് തന്നെയല്ല, നമ്മൾ നായ്ക്കരണം വിതറിയ ഒരു സംഭവം അറിയാവില്ല. എറണാകുളത്ത് സ്കൂളിൽ ആ പെൺകുട്ടികൾ 10നും 11നും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികളാണ് 10ാം ക്ലാസ് വരെ ദേഹത്ത് നായ്ക്കരണം പൊടി എറിഞ്ഞത്. അപ്പോൾ എന്താണ് സമൂഹത്തിലെ മാറ്റം ആണുങ്ങൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും വന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിന് മനസ്സിലാക്കേണ്ടത്. കാരണം കൊല്ലത്തെ നമുക്കറിയാം, സീനിയർ പെൺകുട്ടി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ അവൾ ആ കെട്ടിടത്തിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു. അതുപോലെ കോട്ടയത്തെ നമ്മൾ കണ്ടല്ലോ, അവിടുത്തെ ആ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവരിപ്പോൾ എറണാകുളത്ത് ഇപ്പം ഷിബിലയുടെ കേസ് പോലെ തന്നെ ആ സെക്ഷലായിട്ട് പീഡിപ്പിക്കുന്ന പോലെയാണ് ആൺകുട്ടികളെ കാണിച്ചത്. അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ വെയിറ്റ് കെട്ടി തൂക്കിയവന്മാർ. അത് തന്നെയല്ലേ ദേഹം പോറി അവിടെ അവർ ഡെറ്റോൾ ഒഴിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എത്ര ഭീകരമാണ് അവരുടെ മാനസികാവസ്ഥ എന്ന് നമ്മൾ കരുതിക്കണം. ഇതെല്ലാം ഡ്രഗ്സ് തന്നെയാണ്. അത് തന്നെയല്ല ഏറ്റവും ഞെട്ടിച്ച സംഭവം നമ്മൾ കണ്ടല്ലോ, പോളിടെക്നിക് കോളേജിൽ
അവിടെ എത്ര കിലോ കഞ്ചാവാണ്? കേരളത്തിലെ എല്ലാ സ്കൂളിലും കോളേജിലും ഈ കുട്ടികൾ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഹോൾസെയിൽ സെൻ്ററാണ് കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജ്. അപ്പോൾ അവിടെ നിന്നാണ് വിതരണം ചെയ്തത്. എത്ര ഞെട്ടിക്കുന്നത്! സ്കൂൾ അതപ്പതിച്ചെന്ന് പറഞ്ഞ് കുറേ നാൾ കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് ഈ കുട്ടികളെ അടിയന്തരമായിട്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഹൈക്കോടതിയോ ഈ സംഘടനകൾ ഒരു സ്കൂളിലും പ്രവർത്തിക്കാൻ പാടില്ല, ബാൻ ചെയ്തേ പറ്റുള്ളൂ. പല രാഷ്ട്രീയക്കാരും പല എക്സ്ക്യൂസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് പല സന്ദർഭത്തിൽ പറയുന്നത്, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവിടെ ഞാൻ കുറേ ഏറ് പിടിച്ചതാണ് ഇവരെയൊക്കെ. ഡ്രഗ്സാണ് മെയിനായിട്ടുള്ള കാരണം. കുറേ നാളുകളാണ്ട് പതുക്കെ വന്ന് അത് സമൂഹത്തിനെ കാർന്ന് തിർന്ന് കഴിഞ്ഞു. അതുകൊണ്ടാണ് കൈവിട്ടുപോയി. ഈ കൊല പരമ്പര നമുക്ക് ഇനിയും ദർശിക്കാം അടുത്ത 10-30 വർഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് SK പോയിട്ട് എത്രയും പെട്ടെന്ന് മടങ്ങി വരിക. ഈ 3 ജില്ലയിൽ നിന്ന് അതിനകത്ത് കാര്യങ്ങൾക്ക് SKയൊക്കെ മനസ്സിലായി. അത് കാസർഗോഡ് വരെ പോയിട്ടിൻ്റെ ആവശ്യമില്ല, വളരെ ഫാസ്റ്റായിട്ട് പോവുക. അടിയന്തരമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു നിർദ്ദേശം ഗവൺമെൻറ്റിന് കൊടുക്കണം, പ്രതിപക്ഷ നേതാവിന് കൊടുക്കണം, അതുപോലെ തന്നെ DGPക്ക് കൊടുക്കണം, ഇൻ്റലിജൻസിനും കൊടുക്കണം. കാരണം കൈവിട്ട് പോയി എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു. ഇപ്പോൾ അത് ബോധ്യമായില്ല 24-നെങ്കിലും. അത് എന്തായാലും നല്ല കാര്യം. കാരണം ഇത് ഞാൻ കുറേ നാളുകൊണ്ട് കാണുകയാണ്. ഓരോ സംഭവങ്ങൾ നമ്മൾ ഡെയിലി നോട്ട് ചെയ്ത് അത് മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഇത്ര തുറന്ന് പറയുന്നത്. പലർക്കും അത് പിടിക്കുന്നില്ല. പക്ഷേ ഇപ്പം കാര്യങ്ങൾ കൈവിട്ട് പോയി. സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങളിലായാലും ശരി, ഭാര്യാഭർത്താക്കന്മാരായാലും ശരി, കുട്ടികളായാലും ശരി, എല്ലായിടത്തും വയലൻസ് ആണ് നടക്കുന്നത്. നമ്മുടെ നാടാണ്, നമുക്കിവിടെ ഞങ്ങൾ ഓടിപ്പോകാൻ പറ്റില്ല. നമ്മുടെ മക്കൾ വളരേണ്ട നാടാണ്. തിരിച്ചു പിടിച്ചേ മതിയാവുകയുള്ളൂ. അതിനുവേണ്ടി എടുക്കാൻ കഴിയുന്ന സർവ്വപ്രഹരശേഷിയിൽ നാടും ഒന്നാകെ ഇറങ്ങലേ നിവൃത്തിയുള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. പക്ഷേ അരുൺ ബി നായർ ഒരു പരിധിവരെ ശരിയാണ് ജോർജ് ജോസഫ് പറയുന്നത്. ഞാൻ ഈ പറയുന്ന നമ്മുടെ യാത്രയ്ക്കൊപ്പം തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലും SKനൊപ്പം സഞ്ചരിച്ച ആളാണ്. ഗ്രൗണ്ടിൽ ഒരുപക്ഷെ നമ്മുടെ മൈക്കിന് മുന്നിൽ പറയാൻ പേടിക്കുന്ന കുറേയധികം ആളുകൾ പറയുന്ന കാര്യം ഈ മാഫിയയോട് അവർക്ക് ശബ്ദിക്കാൻ പേടിയാണ്. അതിന് കാരണം എന്താണ്? കൊന്നു കളയോ എന്നുള്ള വളരെ സിമ്പിളായി അവർ കൊന്നു കളയോ എന്നുള്ള പേടിയാണ്. അങ്ങനെ പേടി നമുക്ക് ഉടനീളം കാണാം. ഗ്രൗണ്ടിൽ അത്രമാത്രം വ്യാപകമാണ്. ശരിയാണ്, നമ്മുടെ പോലീസ് വല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് എൻഫോഴ്സ്മെൻറ്റ് നേരത്തെ ഉള്ളതിൻ്റെ 10 മടങ്ങ് എൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ശരി, പക്ഷേ ഇത് മതിയോ എന്ന ചോദ്യം നമ്മൾ അടിത്തട്ടിൽ ഇറങ്ങുമ്പോൾ തോന്നുന്നു ഒരു മോഡസ് ഓപ്പറാൻഡി, വേറൊരു പ്ലാൻ ബിയിലേക്ക് മാറേണ്ടതുണ്ടോ? കുറച്ചുകൂടി എനിക്ക് എന്താണെന്ന് പറഞ്ഞുതരാൻ അറിയില്ല, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ എന്താണെന്ന് അറിയില്ല. പക്ഷേ മറ്റൊരു രീതി അവലംബിക്കേണ്ടതുണ്ടോ എന്ന സംശയം തോന്നുന്നു യഥാർത്ഥത്തിൽ ഡോക്ടർ അരുൺ ബി നായർ. തീർച്ചയായിട്ടും ഇത് വളരെ സമഗ്രമായിട്ട് പഴുതടച്ചുള്ള ഒരു പദ്ധതി തന്നെ ഇതിനെതിരെ വരേണ്ടത് ആവശ്യമാണ്. കാരണം 2 രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യണം. ഒന്ന്, ഇതിൻ്റെ വിതരണ നിയന്ത്രണം അല്ലെങ്കിൽ ലഭ്യതാ നിയന്ത്രണം, സപ്ലൈ റിഡക്ഷൻ. രണ്ടാമത്തേത് ഇതിൻ്റെ ആവശ്യകതാ നിയന്ത്രണം അല്ലെങ്കിൽ ഡിമാൻഡ് റിഡക്ഷൻ. ഈ 2 വശങ്ങളും സമാന്തരമായി മുന്നോട്ട് പോകുന്നൊരു സമഗ്രമായ പദ്ധതിയാണ് ആവശ്യം. 24 ന്യൂസ് അത് മുന്നോട്ട് വയ്ക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ വിതരണ നിയന്ത്രണത്തിൽ പഴുതടച്ചുള്ള നിയമ നടപടികൾ തന്നെയാണ്. വളരെ കർശനമായിട്ട് ഇതിനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളുക, അത് എത്രയും പെട്ടെന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ വിചാരണ നടത്തി മാതൃകാപരമായ ശിക്ഷ എത്രയും പെട്ടെന്ന് നൽകുക. എങ്കിൽ മാത്രമേ അതൊരു സോഷ്യൽ ഡിറ്ററൻ്റായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. 5 കൊല്ലമോ 10 കൊല്ലമോ വിചാരണ നടത്തിയതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ശിക്ഷാവിധി വരുന്നതെങ്കിൽ അത് ഇപ്പോഴത്തെ തലമുറയുടെ പുറത്തൊരു ഡിറ്ററൻ്റായിട്ട് പ്രവർത്തിക്കില്ല. ഇത് ഒന്നാമത്തെ ഒരു വശമാണ്. 2, സമാന്തരമായിട്ട് വിദ്യാലയങ്ങളിലും കുടുംബങ്ങളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും കുടുംബശ്രീകളിലും ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഈ പുതിയ സഹസ്രാബ്ദത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ യുണിസെഫ് നടത്തിയൊരു മീറ്റിങ്ങിൽ ലോകമെമ്പാടുമുള്ള കൗമാരപ്രായക്കാർക്ക് 3 പ്രശ്നങ്ങളുണ്ട്. കൗമാരത്തിൻ്റെ അനാരോഗ്യകരമായ ത്രികോണം എന്ന് അന്ന് കണ്ടെത്തിയതാണ്. ലഹരിയുടെ അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗവും അതിൻ്റെ അപകടങ്ങളും, അവനവന് നേർക്കോ മറ്റുള്ളവർക്ക് നേർക്കോ ഉള്ള അക്രമ സ്വഭാവങ്ങൾ, അപകടകരവും സുരക്ഷിതമല്ലാത്തതുമായ ലൈംഗിക പരീക്ഷണങ്ങൾ. ഈ 3 പ്രശ്നങ്ങളാണെന്ന് കണ്ടെത്തിയത്. ഇതിനുള്ള ഒരു പരിഹാരമെന്നുള്ള നിലയിൽ യുണിസെഫും ലോകാരോഗ്യ സംഘടനയും കൂടെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ജീവിത നിപുണതാ വിദ്യാഭ്യാസം, ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. മാത്സര്യ വിദ്വേഷ ദുർഭാവങ്ങളിൽ അധിഷ്ഠിതമായി, താരതമ്യങ്ങളിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന വിദ്യാഭ്യാസ പദ്ധതിയിൽ ജീവിത നിപുണതാ വിദ്യാഭ്യാസം കടന്നു വരേണ്ടതുണ്ട്. 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെ ഓരോ വർഷവും ഒരു 20 മണിക്കൂറെങ്കിലും പങ്കാളിത്ത സ്വഭാവമുള്ള പ്രക്രിയാധിഷ്ഠിതമായ അനുഭവാത്മകമായ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ വരേണ്ടതുണ്ട്. ഇതുവഴി കുട്ടികൾക്ക്, കൗമാരപ്രായക്കാർക്ക് ജീവിതത്തിലെ പുതുമയുള്ള സാഹചര്യങ്ങളും പ്രയാസമുള്ള സാഹചര്യങ്ങളും തരണം ചെയ്യാനും അത് തിരിച്ചറിയാനും സഹായം തേടാനും അതിനെ മറികടക്കാനും ഒക്കെ സാധിക്കും. സമപ്രായക്കാരുടെ
നിയമാവബോധം വരെ ശരി. സൗമ്യ മനോജ്, ഇവിടെ നമ്മുടെ ഒരു തലമുറ അവരുടെ മക്കളെ നേർക്കുനേർ നയിക്കുന്നതിൽ എന്തോ വീഴ്ച സംഭവിച്ചു. ആ വീഴ്ച ആ തലമുറ തിരിച്ചറിയുകയും ആ മക്കളെ തിരുത്തുകയും വേണം. മാത്രമല്ല, ഇപ്പോൾ എൻ്റെ മകൾ പഠിക്കുന്നത് 2ാം ക്ലാസ്സിലാണ്. അപ്പോൾ അത്രയും കുറച്ചുകൂടി താഴെ കുഞ്ഞുമക്കളുള്ള ഒരു തലമുറയ്ക്ക് കൂടി, ഒരു തലമുറ രക്ഷകർത്താക്കൾ കൂടി ശ്രീമതി സൗമ്യ മനോജ് കൊടുക്കുന്ന ഉപദേശം എന്താകും? തീർച്ചയായും എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ലഹരി കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ ലഹരിയുടെ കാരിയേഴ്സ് ഇവരെങ്ങനെ ആകുന്നു എന്ന്. 50 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ 10 പേർ മാത്രം ലഹരിക്ക് അഡിക്ഷൻ ആകുന്നു എങ്കിൽ ആ 10 പേരെ എങ്ങനെയാണ് ഇവർ കൺവിൻസ് ചെയ്യുന്നത്? ഇത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 12 വയസ്സ് 11 വയസ്സ് 13 വയസ്സുള്ള കുട്ടികൾ കഥകടച്ച് മുറിക്കുള്ളിൽ കയറിയിരുന്ന് പഠിക്കുന്ന ഒരു പ്രവണത മൊബൈൽ ഫോണുമായി. ശരിക്കും ഇവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരിചയപ്പെടുന്ന അപരിചിതരായ വ്യക്തികളുമായി റിലേഷൻസ് സ്ഥാപിക്കുകയും വീട്ടിൽ കെട്ടാത്ത പ്രഷറിലേക്ക് അതിലേക്ക് പോകുന്നു. അവരുടെ വാഗ്ദാനങ്ങൾ കേൾക്കുന്നു. കേട്ട് അവർ ചെറിയതായി ലഹരികൾ ഇവർക്ക് കൊടുത്തു തുടങ്ങി ഒരു സെക്ഷൽ യൂസേജിലേക്ക് ഈ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നു. കാരണം രാത്രി മുഴുവൻ സെക്ഷൽ ചാറ്റ് നടത്തുന്ന പെൺകുട്ടികളുണ്ട്. ഇവരുടെ മോശമായ ഫോട്ടോസ്, അതായത് സെക്ഷൽ ഫോട്ടോസ് അയച്ചു കൊടുക്കും. അവസാനം ഇതൊക്കെ വെച്ച് ബ്ലെയിം ചെയ്ത് പല സ്ഥലത്തുനിന്നും കുട്ടികളെ കാണാനായി സ്കൂളിന്റെയും കോളേജിന്റെയും പരിസരങ്ങളിൽ പല നാടുകളിൽ നിന്നും അപരിചിതരായ ആൾക്കാർ എത്തുന്നുണ്ട്. ലഹരികൾ കൊടുക്കുന്നുണ്ട്. പല രീതിയിൽ ഇവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം എനിക്ക് പറയാൻ ഈ ഒന്നേ ഉള്ളൂ, മാതാപിതാക്കളോട് ഗവൺമെന്റ് തലത്തിലും മറ്റെല്ലാ തലങ്ങളിലും എന്തൊക്കെ ചെയ്താലും സപ്ലൈ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ അതിലേക്ക് പോകാതിരിക്കണം എന്നുള്ളത് ഒരു പരിധിവരെ ടീച്ചേഴ്സിനും ബാക്കി മുഴുവൻ നമ്മുടെ പേരന്റിങ്, അതായത് മാതാപിതാക്കൾക്ക് തന്നെയാണ് അതിനകത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു, എന്തിനാണ് 12 വയസ്സും 13 വയസ്സുള്ള കുട്ടികളെ കഥകടച്ച് മുറിക്കകത്തിരിക്കാൻ രാത്രി മുഴുവൻ ഇരിക്കാൻ ഏൽപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് ഒരു പേരന്റിന്റെ പ്രസൻസ് ഇല്ലാതെ എന്താണ് പഠിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അത്തരം കാര്യങ്ങൾ വളരെ വിജിലന്റായി അരുൺ സാർ പറഞ്ഞതുപോലെ കുടുംബശ്രീ ലെവലിലും വളരെയധികം റെസിഡൻഷ്യൽ അസോസിയേഷൻ പോലെയുള്ള സംരംഭങ്ങളിൽ ചെന്ന് ഇത്തരം ആ കുട്ടികൾ നേരിടുന്ന നമ്മളെ പോലുള്ള ആൾക്കാർ ആ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ആ പേരൻസിലേക്ക് ആ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച് അവിടെ മുതൽ മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു സൗമ്യ മനോജ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇതാണ് യാഥാർത്ഥ്യം. ഒരുപാട് കേസുകൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് ലഹരി പിടിച്ചെടുക്കുന്നുണ്ട്. ലഹരി പിടിച്ചെടുക്കുന്ന അത്രയും തന്നെ ലഹരി പിന്നെയും വരുന്നു എന്നാണ് അതിനപ്പുറമോ ലഹരി ഇങ്ങോട്ടേക്ക് പിന്നെയും ഫ്ലോ ഉണ്ട് എന്ന് തന്നെയാണ് അറിവ്. മാത്രമല്ല, നമ്മുടെ ഏതെങ്കിലും തരത്തിൽ അക്രമവാസനയ്ക്ക് കൊലപാതകത്തിന് അയവ് ഉണ്ടാവുന്നുമില്ല. എന്താണ് ഈ എൻഫോഴ്സ്മെന്റ് മതിയാകുമോ? കുറച്ചുകൂടി അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി മാറ്റിപ്പിടിക്കേണ്ടതുണ്ടോ? കുറച്ചുകൂടി വിശാലമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ടോ? സമഗ്രമായ ഗവേഷണത്തിന് വിധേയമാക്കേണ്ടതുണ്ടോ എന്നൊക്കെ ആലോചിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളുമാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.